നമ്മുടെ പ്രിയപ്പെട്ട ജാസ്മിൻ ജെവിൻ, ജോസ്വിൻ ജോസഫ്, ഷാഹിദ, റിൻസി, ലെവിൻ പോൾ, ലെനീഷ് ബാബു, വിപിൻ ബെന്നി, സുനിൽ ബോസ്, സൗമ്യ ഷിബു, ജാസ്മിൻ അബ്ബാസ്, ജോസഫീന, പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകർ സിന്ധു കേസ്, വിപിൻ ഹരിദാസ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ഉച്ചനേരം ആശംസിക്കുകയാണ്. നമ്മൾ നേരെ വാർത്തയിലേക്ക് പോകുന്നത് പത്മജ വേണുഗോപാലിനെ കുറിച്ചൊരു വെളിപ്പെടുത്തൽ വരുന്നത്. പത്മജ വേണുഗോപാലിനെയും മറ്റ് കോൺഗ്രസ് നേതാക്കളെയും CPM-ലേക്ക് എത്തിക്കാൻ നീക്കം നടന്നിരുന്നു എന്ന് പറയുകയാണ്. വിവാദ ദല്ലാൾ TG നന്ദകുമാർ ഇത്തരം ഇടപെടലുകൾ അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുള്ള ആളാണ്. വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ EP ജയരാജൻ്റെ ആവശ്യപ്രകാരമായിരുന്നു ഇടപെടൽ എന്നാണ് വെളിപ്പെടുത്തൽ. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും പത്മജ ആവശ്യപ്പെട്ട സൂപ്പർ പദവികൾ കിട്ടാത്തതിനെ തുടർന്ന് ചർച്ച വഴിമുട്ടി. പത്മജയ്ക്ക് പുറമെ കൊച്ചിയിലെ വനിതാ നേതാവിനെയും സമീപിച്ചെന്നും TG നന്ദകുമാർ 24-നോട് പറയുന്നു. ഈ ബൈ ഇലക്ഷന്റെ ഭാഗമായി കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെല്ലാം ഈ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ മാത്രം പ്രവർത്തന രംഗത്ത് ഉണ്ടായില്ല. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പത്മജ വേണുഗോപാൽ വിദേശത്താണ്, ദുബായിലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിരാശ. അങ്ങനെ EP ജയരാജനുമായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ബന്ധപ്പെടാൻ പറഞ്ഞു. പത്മജ വേണുഗോപാൽ ബന്ധപ്പെട്ടു, അദ്ദേഹം സംസാരിച്ചു എൻ്റെ ഫോണിൽ നിന്ന്. അപ്പം നമ്മൾ LDFൻ്റെ ഭാഗമാകണതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സംസാരിച്ചു. ഇന്ന് LDF കൊടുക്കാമെന്ന് പറഞ്ഞൊരു ഓഫർ എന്ന് പറയുന്നത് അവരെ മാന്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ അന്ന് അവർക്കൊരു നല്ല പദവി എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ. പക്ഷേ വനിതാ കമ്മീഷൻ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചതിന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ നടക്കുമോ? പറഞ്ഞോളാൻ പറഞ്ഞ് ഞാൻ സൂചിപ്പിച്ച്. CPM-നായി ദല്ലാൾ TG നന്ദകുമാർ ക്ഷണിച്ചുവെന്ന് പത്മജ വേണുഗോപാൽ സ്ഥിരീകരിക്കുകയാണ്. 3 തവണ ഫോൺ വിളിച്ചെങ്കിലും പ്രതികരിക്കാൻ നിന്നില്ല. സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് ഒരിടത്തേക്കും പോകില്ലെന്നും പത്മജ വേണുഗോപാൽ 24-നോട് പറഞ്ഞു. ഞാനത് അവരോട് പറഞ്ഞല്ലോ, കളി കൊണ്ടിട്ട് അപ്പൊ ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറയുന്നതിന് ഉത്തരം പറയണ്ടല്ലോ. കാരണം ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ട് 1.5 കൊല്ലായി. അതിനിടയ്ക്ക് ഒരു ദിവസം ഡോക്ടർ കോൺഫറൻസിന്റെ ഇടയ്ക്ക് ഹയാത്തിൽ വെച്ചിട്ട് ആളാണ് എന്തോ ബുക്ക് ചെയ്തിട്ട് വന്നത്. അപ്പൊ എന്നെ കണ്ടപ്പം സ്നേഹമായിട്ട് വന്ന് എന്താ ചേച്ചി വിശേഷം എന്നൊക്കെ ചോദിച്ച ആള് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം ഇന്ന് വരെ, കാരണം ഞാൻ അങ്ങനെ ആലോചിക്കണമെന്നുള്ളത് ആർക്കും അറിയില്ല. എന്റെ അടുത്ത 1-2 സുഹൃത്തുക്കൾക്കും പിന്നെ എന്റെ ഭർത്താവിനും മാത്രമേ അറിയുള്ളായിരുന്നു ഇക്കാര്യം. അല്ല, എന്നെ അവിടുന്ന് നേരിട്ട് തന്നെയാണ്. കൂടുതൽ പേർ BJP-യിലേക്ക് എത്തുമെന്ന് K. സുരേന്ദ്രനും പ്രതികരിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് NDAയിൽ ചേരും. 14-ാം തീയതി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. ശശി തരൂരിനോടുള്ള അദ്ദേഹത്തിൻ്റെ വികസന വിരുദ്ധ സമീപനത്തിലും മണ്ഡലത്തെ അവഗണിക്കുന്നതിലും സംസ്ഥാനത്ത് പൊതുവെ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തിലും പ്രതിഷേധിച്ച് നാളെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബഹുമാന്യരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളാണ്. അശ്വിൻ പാലാഴി, അശ്വിൻ, ഈ പറയുന്ന അധികാരത്തിൻ്റെ ഇടവഴികളിൽ ഇത്തരം ദല്ലാൾ പണികൾ, ഇത്തരം ഇടനിലപ്പണികൾ ചെയ്യാത്ത ആളല്ല നന്ദകുമാർ. നമുക്ക് നേരത്തെയും പല വ്യവഹാരങ്ങൾ അത് വെളിപ്പെട്ടതുമാണ്. അതുകൊണ്ട് ദല്ലാൾ നന്ദകുമാർ പറയേണ്ടത് അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ എന്നറിയില്ല. എന്തായാലും CPM-ൽ ശ്രമിച്ചു, അവിടെ അധികാര പദവി, ഒരു സൂപ്പർ പദവിക്ക് വേണ്ടി ശ്രമിച്ചു. അത് കിട്ടാതായതോടുകൂടി മറ്റു വഴികൾ തുറന്നു എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയത്തിൽ മോശമാണ്. അശ്വിൻ, എന്തായാലും അതങ്ങനെ തള്ളിക്കളയാനാവുന്നതല്ല ഹാഷ്മി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടുപേരും, ഈ നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ, അവരെ വിളിച്ചു, പത്മജയെ വിളിച്ചു ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു എന്നുള്ളത് പത്മജയും സമ്മതിക്കുന്നുണ്ട്. ആ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ഇത്തരത്തിൽ EP ജയരാജൻ ദല്ലാൾ നന്ദകുമാർ വഴി പത്മജയെ CPM-ൽ എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിന് പിന്നിലെ കഥ ഇങ്ങനെയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പത്മജ വേണുഗോപാൽ എത്തിയിരുന്നില്ല. അത് ഈ പാർട്ടിയിലെ ചില വിഷമങ്ങൾ കാരണം അവർ പ്രചരണത്തിന് ഇറങ്ങാതിരുന്നത് എന്നുള്ളതാണ് അന്ന് പത്മജയെ ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണ് ദല്ലാൾ നന്ദകുമാർ വഴി ഇത്തരത്തിൽ പത്മജിയെ CPM-ലേക്ക് എത്തിക്കാനുള്ളൊരു നീക്കം നടന്നത്. പാർട്ടി അന്ന് ഓഫർ ചെയ്തത് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമാണ്. പക്ഷേ അത് പോരാ, അതിനപ്പുറത്തേക്കൊരു സൂപ്പർ പദവി വേണം എന്നുള്ളതായിരുന്നു പത്മജ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് നന്ദകുമാർ അവകാശപ്പെടുന്നത്. ആ സൂപ്പർ പദവി ചർച്ചകൾ എങ്ങും എത്താതെ പോയതിൻ്റെ ഭാഗമായാണ്, അല്ലെങ്കിൽ അത് പാർട്ടി അത്തരത്തിലൊരു പദവി നൽകാനാവില്ല എന്നുള്ളത് അറിയിച്ചതിനെ തുടർന്നാണ് പത്മജയുടെ CPM-ലേക്കുള്ള ഒരു വരവ് അവിടെ തടസ്സപ്പെട്ടത് എന്നുള്ളതാണ് നന്ദകുമാർ പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളുമായി നമ്മൾ പത്മജയെ തന്നെ നേരിട്ട് വിളിച്ചു. അവർ പറയുന്നത് അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. നന്ദകുമാർ തന്നെ വിളിച്ചിരുന്നു, ഇങ്ങനെ CPM-ലേക്ക് വരണം എന്ന് EP ജയരാജൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് തന്നെ വിളിച്ചിരുന്നു. പക്ഷേ അതിനോട് പ്രതികരിക്കാനോ അനുകൂല തീരുമാനം പറയാനോ താൻ നിന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു സൂപ്പർ പദവിയും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടിയിലേക്കും
പോകാൻ ആഗ്രഹിക്കുന്ന ആളുമല്ല താൻ എന്ന് പത്മജ 24 വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും എന്താണ് ഇതിന് പിന്നിൽ നടന്നത്, ഏതൊക്കെ തരത്തിൽ ചർച്ചകൾ നടന്നു എന്നുള്ളത് ഇനി പുറത്തു വരേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ കോൺഗ്രസിലെ മറ്റു നേതാക്കളെ കൂടി ആ സമയത്ത് CPM-ലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ പിന്നിൽ നടന്നു. അതിന് പിന്നിലും EP ജയരാജന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുകൂടി നന്ദകുമാർ പറയുന്നുണ്ട്. അത് KPCC-യുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, കൊച്ചിയിലെ പ്രധാനപ്പെട്ട വനിതാ നേതാവിനെയാണ് നന്ദകുമാർ പറയുന്നത്. ആ വനിതാ നേതാവിന്റെ പ്രതികരണം ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. എന്താണ്, അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നോ, എന്തുകൊണ്ടത് പരാജയപ്പെട്ടു എന്നടക്കമുള്ള ചോദ്യങ്ങളിൽ ഒരു ഉത്തരം ആ പ്രതികരണം കൂടി വരുമ്പോൾ ഉണ്ടാകും. ഹാഷ്മി. യെസ്, അശ്വിൻ പാലാഴിയാണ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുക, അവിടെ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റൊക്കെ കിട്ടുക, മത്സരിക്കുക, തോക്കുക, അതിനുശേഷം അടുത്ത രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എന്താണ് സജ്ജം എന്നുള്ള മെസ്സേജ് പോവുക, ആളുകൾ സമീപിക്കുക, അവിടെ പദവിക്ക് വേണ്ടി ശ്രമിക്കുക, അവിടെ അത് ചോദിക്കുന്നത് കിട്ടാതിരിക്കുക, അടുത്ത രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോവുക. ഈ ആയാറാം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ ഈ ദല്ലാളന്തുമാർ പറയുന്നത് സത്യമാണെങ്കിൽ അത് വരട്ടെ. കടം ഇത്ര പോരാ എന്ന് പറയുകയാണ് സുപ്രീം കോടതിയിൽ കേരളം. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ഹർജിയിൽ കേന്ദ്ര നിലപാട് തള്ളുന്നു കേരളം. 5000 കോടി നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും 10000 കോടി വേണമെന്ന ആവശ്യത്തിൽ കേരളം ഉറച്ചുനിന്നു. വായ്പ എടുക്കാനുള്ള അവകാശത്തെ കേന്ദ്രം ഹനിക്കുകയാണ് എന്ന് കേരളം ചൂണ്ടിക്കാട്ടി. കടമെടുക്കാൻ കാട്ടുന്ന വ്യഗ്രത കേരളത്തെ അപകടത്തിലാക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. കേസ് ഈ മാസം 21 വീണ്ടും പരിഗണിക്കും. രാധാകൃഷ്ണനുമായി ചേരുന്നു. 5000 കോടി കിട്ടിയുകൊണ്ട് കടലിൽ കായം കലക്കുന്നത് പോലെയുള്ളൂ, അതിനേക്കാൾ കൂടുതൽ ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് കടമെടുപ്പ് പരിധി കൂട്ടി വേണം എന്ന ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണോ കേരളം? 5000 കോടി എന്ന ആവശ്യത്തിൽ തൽക്കാലം വഴങ്ങുന്നില്ല അല്ലേ? അങ്ങനെ ഒരു ഒത്തുതീർപ്പ് സാധ്യമല്ല എന്ന് കോടതി തന്നെ വിലയിരുത്തുന്നു ആഷ്മി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ കേസിൽ ഇനി വിശദമായിട്ടുള്ള വാദം കേട്ട് ഒരു ഇടക്കാല ഉത്തരവിലേക്ക് പോകാം എന്നൊരു രീതിയിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വ്യാഴാഴ്ച അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദം സുപ്രീം കോടതിയിൽ നടക്കും. രണ്ട് വിഭാഗങ്ങളോടും അവരവരുടെ നിലപാടുകളും ഒപ്പം സ്ഥിതിവിവരക്കണക്കുകളും ആധാരമാക്കേണ്ട സ്ഥിതിവിവരക്കണക്കുകളും എഴുതി നൽകാനായിട്ട്, ഒരു പട്ടികയായി എഴുതി നൽകാനായിട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ കേരളവും കേന്ദ്രവും ചെയ്യും. അപ്രകാരമായിരിക്കും വ്യാഴാഴ്ച ഈ വാദം നടക്കുക. ഇന്ന് കേന്ദ്ര സർക്കാരാണ് ആദ്യം ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി സുപ്രീം കോടതിയിൽ വാദം പറഞ്ഞത്. 56,583 കോടി രൂപ ഈ വർഷം സംസ്ഥാനം കടമെടുത്തു എന്ന സമർത്ഥിക്കാനായിരുന്നു കേന്ദ്രം ശ്രമിച്ചത്. അതിൽ കേന്ദ്രം പറയുന്നത് 37,583 കോടി രൂപ പൊതുവിപണിയിൽ നിന്നാണ് സംസ്ഥാനം കടം എടുത്തത്. 9,611 കോടി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും കടമെടുത്തെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അടുത്ത വർഷത്തെ കേരളത്തിൻ്റെ യോഗ്യതയും കേന്ദ്രം വ്യക്തമാക്കി. കേരളത്തിൻ്റെ യോഗ്യത അടുത്ത വർഷം 33,597 കോടി മാത്രമായിരിക്കും എന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഇത് കൂടാതെ 5000 കോടി ഇപ്പോൾ അനുവദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 33,597 കോടിയിൽ നിന്ന് അത് കുറച്ച് ആദ്യപാദത്തിൽ അത് ഈടാക്കുന്ന വിധത്തിലായിരിക്കും നടപടികൾ ഉണ്ടാവുക. ഒരു കണക്ക് കൂടി കേന്ദ്രം ചൂണ്ടിക്കാട്ടി. അതൊരു വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. പ്രതിമാസം കേരളം ഇപ്പോൾ കടമെടുക്കുന്നത് 3642 കോടി രൂപയാണ്. ഇപ്രകാരം 5000 കോടി ഈ വർഷം തന്നാൽ പിന്നീട് കേരളത്തിന് ഒരു മാസം കടമെടുക്കാനായിട്ടുള്ള അർഹത 2000 കോടി രൂപ മാത്രമായിരിക്കും. ഏതാണ്ട് 3642 കോടി രൂപ കടമെടുത്ത് മുന്നോട്ട് പോകുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ച് ഈ 2000 കോടി രൂപ മാത്രം അടുത്ത വർഷം മുതൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരിക്കും ആ സംസ്ഥാനം പോകുന്നത്. ഇത് പരിഗണിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്രം വാദിച്ചത്. പക്ഷേ കേരളം ഇക്കാര്യങ്ങളെ അംഗീകരിച്ചില്ല. മറിച്ച് തങ്ങൾക്ക് കടമെടുക്കാനുള്ള അവകാശം അത് അംഗീകരിച്ച് കിട്ടിയേ മതിയാകൂ. ഈ കണക്കുകളൊക്കെ ഈ ധന കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ടതാണ്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങൾ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ GSDP-യുടെ 3% മാത്രമേ കടമെടുക്കാനായിട്ട്, ധനക്കമ്മിയുടെ 3% മാത്രമേ കടമെടുക്കാനായിട്ട് സംസ്ഥാനത്തിന് അർഹതയുള്ളൂ എന്ന എന്ന നിലപാടിനെയും ചോദ്യം ചെയ്യുന്ന വിധത്തിലായിരുന്നു കേരളം നിലപാട് അവതരിപ്പിച്ചത്. അതുകൊണ്ട് 10,000 കോടി തങ്ങൾക്ക് അടിയന്തരമായിട്ട് കടമെടുക്കാൻ അനുവാദം നൽകിയില്ലെങ്കിൽ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി പറയട്ടെ, ഇടക്കാല തീരുമാനം പറയട്ടെ എന്ന ഒരു അനുമാനമാണ് ഇപ്പോൾ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വ്യാഴാഴ്ച ഇനി വാദം കേൾക്കാമെന്ന് പറഞ്ഞു. ഏറ്റവും
അവസാനമായിട്ടുണ്ടായത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ, കേന്ദ്രം സമർപ്പിക്കുന്ന പട്ടിക, ഇവയൊന്നും അടുത്ത തവണ കേസ് പരിഗണിക്കുന്നത് വരെ മാധ്യമങ്ങളിൽ വരാതിരിക്കാനായിട്ട് കേന്ദ്രത്തിന് നിർദ്ദേശം നൽകണം എന്ന ആവശ്യമാണ് കേരളം ഉന്നയിച്ചത്. കപിൽ സിബൽ തന്നെയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. ഇക്കാര്യങ്ങളിലൊന്നും കോടതി ഇരുപക്ഷത്തിൻ്റെയും അവരവരുടെ തന്നെ താല്പര്യങ്ങളാണ് ഇതിന് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അത്തരത്തിലുള്ള ഒരു നിലപാടിനെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. രാധാകൃഷ്ണ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ജോസഫിനെ പറയുകയാണ് ഈ ചിറ്റമ്മ നയം ശരിയല്ല കേട്ടോ. ഹാഷ്മി കുറേ പേരുകൾ വായിച്ചിട്ട് ഏതാനും പേർക്ക് ഒരു പ്രത്യേക വരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർന്ന്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പേര് വായിക്കല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. അങ്ങനെ കുറച്ച് പേർ മാത്രം പ്രിയപ്പെട്ടവർ, അല്ലാത്തവർ അങ്ങനെ അല്ലാന്നുണ്ടോ? എല്ലാവരും നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ്. കേരളം പിന്നെയും നിയമ പോരാട്ടത്തിന്. പൗരത്വ ഭേദഗതിയിൽ നിയമപോരാട്ടത്തിന് സംസ്ഥാന സർക്കാർ. സുപ്രീംകോടതിയെ സമീപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചുവെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. തുടർ നടപടികൾക്കായി അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി. അടിയന്തരമായി നിയമ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ഇന്ന് മന്ത്രിസഭ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച സ്യൂട്ട് ഫയൽ ചെയ്തിരുന്നു. ഇപ്പോൾ അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ചട്ടങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് അടിയന്തരമായി ഇത് റദ്ദാക്കേണ്ടതുണ്ട് എന്ന ആവശ്യം സുപ്രീം കോടതിയുടെ മുൻപിൽ വയ്ക്കാൻ, നേരത്തെ ഇത് നടപ്പിലാക്കില്ല എന്ന് കേരളം എടുത്ത നിലപാടിനനുസൃതമായി അക്കാര്യം അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ ഡൽഹിയിലുണ്ട്. അദ്ദേഹം മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് സീനിയർ കൗൺസിലൊക്കെ ഉണ്ടായിരുന്നു. അവരുമായി ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയിൽ നമ്മുടെ ഇത് സംബന്ധിച്ചുള്ള കാര്യം തുടർച്ചയിൽ ഫയൽ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ കോൺഗ്രസ്. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി രാജ്ഭവന് മുന്നിൽ UDF ധർണയ്ക്ക് തുടക്കമായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനം എന്നാണ് VD സതീശന്റെ കുറ്റപ്പെടുത്തൽ. വിഷയത്തിൽ CPM-മായി യോജിച്ച സമരത്തിനില്ല എന്നുകൂടി പറയുന്നു പ്രതിപക്ഷ നേതാവ്. ഈ വിജ്ഞാപനത്തിലുള്ള നമ്മുടെ ഭരണഘടനാ ലംഘനം, ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിയമവും ചട്ടവുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആ കേസുകൾ, നൂറുകണക്കിന് കേസുകൾ എന്തുകൊണ്ട് പിൻവലിച്ചില്ല? ഉത്തരം പറയണം. നിങ്ങൾ ആരുടെ കൂടെയാണ്? വിജ്ഞാപനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയും സുപ്രീം കോടതിയെ സമീപിക്കും. ഷഫീദ് റാവുത്തർ വിവരിച്ചിരുന്നു. ഷഫീദ്, ഇപ്പോൾ ഈ നിയമം എന്തായാലും പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ജനാധിപത്യത്തിൽ തെരുവിലെ സമരവും പ്രതിഷേധവും സംവാദവും ഒക്കെ സ്വാഭാവികമാണെങ്കിൽ കൂടിയും ആത്യന്തികമായി അതിനി പരിഹാരം ഉണ്ടാവേണ്ടത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നേതാക്കൾ നിയമവഴിയിൽ തന്നെ കൃത്യമായി നീങ്ങുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഷഫീദ്? ഹാഷ്മി, ഉറപ്പായിട്ടും ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, അതിൽ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് അടിയന്തരമായി സുപ്രീം കോടതിയെ ഈ വിഷയം ഉന്നയിക്കുക, സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്കറിയാം, ഈ പൗരത്വ നിയമം പാർലമെന്റ് പാസ്സാക്കിയതിന് പിന്നാലെ ആദ്യ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. മാത്രമല്ല, തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 14 നഗ്നമായ ലംഘനമാണ് പൗരത്വ നിയമം എന്നായിരുന്നു സർക്കാരിന്റെ ഹർജിയിലെ പ്രധാന വാദം. ആ ഹർജിയിൽ മെൻഷൻ ചെയ്യണമോ, പുതിയ ഹർജി ഈ വിജ്ഞാപനം ഇറങ്ങിയ പശ്ചാത്തലത്തിൽ പുതിയ ഹർജി ഫയൽ ചെയ്യണമോ എന്നുള്ള കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറലിനെ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകരുമായി ചർച്ച ചെയ്ത ശേഷം അദ്ദേഹം അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ഇന്നോ നാളെയോ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു സമീപനം സംസ്ഥാന സർക്കാരിന് നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ വേണ്ട എന്നുള്ളതാണ് മന്ത്രിസഭായോഗം ഇന്നെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അതേസമയം സംസ്ഥാനത്ത് ഇത് നടപ്പാക്കില്ല, നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഇന്ന് മന്ത്രി പി രാജീവ് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ നിയമം നടപ്പാക്കില്ല എന്നുള്ളത് നിയമസഭ തന്നെ തീരുമാനിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ടെടുത്ത് പോകും എന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. ഒരു കാര്യത്തിൽ കൂടി ഇന്ന് മന്ത്രി പി രാജീവ് മറുപടി നൽകി. അതിൽ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് രണ്ട് നയമാണ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത്. പ്രത്യേകിച്ച് ഈ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കേസിറക്കുന്ന സമീപനം, കേസുകൾ പിൻവലിക്കുന്ന സമീപനത്തിലും സർക്കാരിന് ഇരട്ടത്താപ്പ് എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ആ ആക്ഷേപത്തിൽ പി രാജീവിന്റെ മറുപടി ഇങ്ങനെയാണ്: വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള BJP അജണ്ടയുടെ പ്രചാരകരായി കോൺഗ്രസ് മാറി. വകുപ്പുകൾ ചുമത്തുന്നത് സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. മുദ്രാവാക്യം നോക്കിയല്ല വകുപ്പ് വരുന്നത്. കേരളത്തിൽ ആക്രമണ സ്വഭാവത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. BJP ആഗ്രഹിക്കുന്നത് അതാണ്. പക്ഷെ അത്തരം കാര്യങ്ങളിൽ ജാഗ്രത വേണമെന്ന് ഇന്ന് പി രാജീവ് വ്യക്തമാക്കി. ഏതായാലും
സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തുടരുന്നതിനിടെ സുപ്രീം കോടതിയെ അടിയന്തരമായി സമീപിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഹഷ്മി. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ കോടതിയിലേക്ക് തന്നെ പോവുകയാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. ആർട്ടിക്കിൾ 14 വെച്ച് വാദിക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വ്യക്തികൾ, കക്ഷികളൊക്കെ. അത് കോടതിയാണ് ഇപ്പോൾ ഇനി തീരുമാനിക്കേണ്ടത്. എന്തായാലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികളിലെ മുഖ്യമന്ത്രിമാർ. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് അപകടകരമായ നീക്കമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. വ്യാജ നിർമ്മിതികൾ BJPയുടെ ജീവശ്വാസമെന്ന് MK സ്റ്റാലിൻ വിമർശിച്ചു. വിദ്യാർത്ഥി യുവജന സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. പൗരത്വ നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ. വിജ്ഞാപനത്തിലൂടെ പാകിസ്ഥാനിൽ നിന്നുള്ളവരെ കുടിയിരുത്താനാണ് BJPയുടെ ആഗ്രഹമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വിമർശിച്ചു. രാജ്യത്തിനകത്തെ തൊഴിൽരഹിതരും ഭവനരഹിതരുമായ ആളുകളെ കേന്ദ്ര സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നതായും കെജ്രിവാൾ. पाकिस्तानियों और बांग्लादेशियों के लिए भारी संख्या में भारत आने के लिए बीजेपी सरकार ने दरवाजे खोल दिए। अब बीजेपी कह रही है कि इलीगल माइग्रेंट जो आए हैं उनको हम नागरिकता देंगे, उनको हम बसाएंगे. BJPയെ കടന്നാക്രമിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും രംഗത്തെത്തി. കള്ളവും വാട്സ്ആപ്പ് കഥകളുമാണ് BJPയുടെ ജീവശ്വാസമെന്ന് സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. പൗരത്വ നിയമത്തിനെതിരെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലെ വിവിധ ക്യാമ്പസുകളിലെ പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി. നോർത്ത് ഈസ്റ്റ് ഡൽഹി മേഖലയിൽ പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തി. 24 ഡൽഹി. അപ്പോൾ അതങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ്. 2019 വിജ്ഞാപനം ചെയ്ത, അല്ലെങ്കിൽ 2019 രാഷ്ട്രപതി ഒപ്പിട്ട നിയമമാണെങ്കിലും അതിൻ്റെ ചട്ടം വിജ്ഞാപനം ചെയ്യുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ്. അത് രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന് ആരോപിക്കുന്നു പ്രതിപക്ഷം. അവർ പ്രതിഷേധ വഴിയിലുമാണ്. ഇവിടെ അരുൺ ബാബു പറയുന്നു, എൻ്റെ ഹാഷ്മി ഒടുക്ക ചൂട് കോട്ടയം ജില്ലയിൽ. എന്നാൽ ഒരു നാരങ്ങാവെള്ളം കുടിക്കാമെന്ന് പറഞ്ഞൊരു ബേക്കറി കയറി, എന്നാൽ വന്ന നാരങ്ങാവെള്ളം കുടിച്ചു, അതിനാണ് തണുപ്പുമില്ല എന്ന് പറയുകയാണ്. വലിയ ചൂടല്ലേ. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് SBI സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. 2019-24 കാലഘട്ടത്തിൽ 22,217 ബോണ്ടുകൾ ലഭിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ 22,030 ബോണ്ടുകൾ വാങ്ങിയെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. രാധാകൃഷ്ണൻ, RK, ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ, എത്ര ബോണ്ടുകൾ, എത്ര ആൾക്കാർ വാങ്ങി എന്നതിനെക്കുറിച്ചൊക്കെ കണക്ക്, ഒരു ഏകദേശ കണക്കുകൾ നമ്മൾ ഈ കക്ഷികൾ കൊടുത്ത ഹർജിയിലൊക്കെയുള്ള കണക്കുകൾ ഏതാണ്ടൊക്കെ പൊതുസമക്ഷം ഉള്ളതാണ്. അതിനപ്പുറം സത്യവാങ്മൂലത്തിലുള്ള ഏതാണ്ട് കൃത്യമായ കണക്ക് എന്താണ് RK? ഏതാണ്ട് 6 പേജുണ്ട് ആഷ്മി. ഇതാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. കംപ്ലയിൻസ് സത്യവാങ്മൂലമാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 4 പേജുകളിലായിട്ടാണ് ഈ സത്യവാങ്മൂലം ഉള്ളത്. ആകെ ഉള്ളത് ഏതാണ്ട് 5ഓളം പാരഗ്രാഫുകളിലായിട്ടാണ് ഈ സത്യവാങ്മൂലം നീളുന്നത്. ഇതിൽ SBI പറയുന്നത് 1/4/2019 മുതൽ 11/4/2019 വരെ ആകെ വാങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ആകെ നൽകിയിട്ടുള്ള ബോണ്ട് 3346 ആണ്. ഇതിൽ ആ കാലയളവിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റിയത് 1609. അതായത് 3346 എണ്ണം ഉണ്ടായപ്പോൾ 1609 എണ്ണം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങി. 12/4/2019 മുതൽ 15/2/2024 വരെ ആകെ പുറപ്പെടുവിച്ച ബോണ്ടുകൾ, അതിൻ്റെ എണ്ണം 18,871. അതിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ മുൻ കാലത്ത് കൂടി ഉള്ളത്, ബാക്കി കൂടി ഉള്ളത് വാങ്ങി. അങ്ങനെ 20,421 ബോണ്ടുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ റിഡീം ചെയ്തത് എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അങ്ങനെ ആകെ ഈ കാലയളവിൽ ഇതുവരെയുള്ള ഈ നിയമനിർമ്മാണം വന്നതിന് ശേഷം 22,217 ബോണ്ടുകൾ ആണ് ഈ ആൾക്കാർ വാങ്ങിയത്, അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങൾ വാങ്ങിയത്. അതിൽ 22,030 എണ്ണം റിഡീം ചെയ്തു എന്നുള്ളതാണ്. അതായത് ചൂടപ്പം പോലെ വിറ്റഴിച്ചു വാങ്ങിയ ബോണ്ടുകൾ എന്നുള്ളതാണ്. കോർപ്പറേറ്റുകൾ ഈ ബോണ്ടുകൾ വാങ്ങുന്ന അത് നോക്കി രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുകയായിരുന്നു. അത് ഉടൻ തന്നെ അവർ കൈപ്പറ്റുകയും റിഡീം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കുക, ഇനി വരുന്ന കണക്കുകളുടെ ആ ഒരു എത്രത്തോളമായിരിക്കും അതിൽ സംബന്ധിക്കുന്ന ഒരു ജിജ്ഞാസ എന്നത് ഉയർത്തുന്നത് കൂടിയാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ കണക്കിലെ വിവരങ്ങൾ. ഈ ചൂടപ്പം പോലെ ബോണ്ടുകൾ വിറ്റഴിക്കപ്പെട്ടു എന്ന് SBI തന്നെ വ്യക്തമാക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റ് വിവരങ്ങൾ 15-ാം തീയതി ആണ് വെബ്സൈറ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കേണ്ടത്. അതുവരെ അതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ. രാധാകൃഷ്ണനാണ് സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ നൽകി. ഇന്നലെ സത്യവാങ്മൂലം കൊടുക്കണമെന്നാണ് ഇപ്പോൾ സത്യവാങ്മൂലം SBI കൊടുത്തിരിക്കുന്നത്. അതിൽ അറിയേണ്ട കണക്ക് ഏതൊക്കെ കോർപ്പറേറ്റുകൾ എത്ര കോടി ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എപ്പോൾ നൽകി എന്നുള്ള കാര്യം ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിരിക്കും. അത് പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല ഇതുവരെ. SBI അതിന് കാണിച്ച മടി സുപ്രീം കോടതിയിൽ കണ്ടതാണ്. സുപ്രീം കോടതി അതിനോട് അടി രാജ്യം കണ്ടതാണ്. എന്തായാലും
വരട്ടെ, ആരൊക്കെ ഏതൊക്കെ ആരുടെ നിന്നൊക്കെ കൈപ്പറ്റി, അതിന് വല്ല പ്രതിവാരം കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയതൊക്കെ പിന്നെ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ ചർച്ചകളാണ് കേട്ടോ. അഭിജിത് കൃഷ്ണ പറയാൻ 2016 മുതലുള്ള യൂണിവേഴ്സിറ്റി LGS തസ്തികകൾ ഹൈക്കോടതി വിധി പ്രകാരം PSCക്ക് വിട്ടിരുന്നു. 1500-ൽ കൂടുതൽ വേക്കൻസി പ്രതീക്ഷിച്ചിരുന്ന ഈ തസ്തികയിൽ ഇതുവരെ 207 വേക്കൻസി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ എല്ലാ ദിവസവും ഇത്തരം ഉദ്യോഗാർത്ഥികൾ ജോലി ആവശ്യാർത്ഥം ഒരുപാട് മെസ്സേജുകൾ ഇടുന്നത് കാണാം. അത്രത്തോളം ജോലി ആവശ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ്. ഷോക്കടിക്കുമോ? സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം. സംസ്ഥാനം രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലാണെന്ന വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വീണ്ടും ഉയർന്നു. ജല അതോറിറ്റി KSEBക്ക് നൽകാനുള്ള കുടിശ്ശികയായ 2068.17 കോടി രൂപ സർക്കാർ ഏറ്റെടുത്തു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ദീർഘകാല കരാർ റെഗുലേറ്ററി കമ്മീഷൻ പുനഃസ്ഥാപിച്ചിട്ടും വൈദ്യുതി നൽകാൻ കമ്പനികൾ തയ്യാറായിട്ടില്ല. ഇതിലൂടെ 465 മെഗാവാട്ടിന്റെ കുറവാണ് ഉണ്ടാകുന്നത്. ജിൻഡാൽ തെർമൽ, ജാംബുവ എന്നീ കമ്പനികളുമായാണ് കരാർ ഉണ്ടാക്കിയിരുന്നത്. ഇതിന് പകരമായി പവർ എക്സ്ചേഞ്ചിൽ നിന്നും ഉയർന്ന വില നൽകിയാണ് താപവൈദ്യുതി വാങ്ങുന്നത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ബോർഡിനുണ്ടാക്കുന്നതെന്നും കത്തിൽ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. വൈദ്യുതി ഉപയോഗം ഓരോ ദിവസവും കൂടുകയാണ്. ഇന്നലെ 101.38 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. ഇതിനിടെ ജല അതോറിറ്റിയുടെ 2068.17 കോടിയുടെ വൈദ്യുതി കുടിശ്ശിക സർക്കാർ ഏറ്റെടുത്തു. 10 ഗഡുക്കളായി ഈ തുക KSEBക്ക് നൽകും. പകരം വാട്ടർ അതോറിറ്റിയുടെ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് തുക സർക്കാർ തിരിച്ചു പിടിക്കും. 24 തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 1:25:27 ജോസ്ഫിൻ ജോസഫ് ചോദിച്ചു, ഹാഷ്മി ചേട്ടാ കറണ്ട് കട്ട് ഉണ്ടാവുമോ? ഒന്നും പറയാനായിട്ടില്ല. കറണ്ട് കട്ട് ഇതുവരെ ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വലിയ റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമുണ്ട്, വൈദ്യുതി പ്രതിസന്ധിയും വൈദ്യുതി ക്ഷാമവും ഒക്കെ ഉണ്ട്. ഒന്നും പറയാറായിട്ടില്ല. മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് പ്രേക്ഷകൻ ജാസ്മിൻ ജെയ്വിൻ ചോദിക്കുന്നുണ്ട്. ദൈവത്തിനറിയാം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1:29:14 ഒരു പ്രേക്ഷകൻ ചോദിച്ചായിരുന്നു ഏഴാറ്റുമുഖം ഗണപതിയുടെ ആരോഗ്യം എങ്ങനെയാണെന്ന്. അതിരപ്പള്ളി പ്ലാന്റേഷനിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്ക് വെള്ളവും മരുന്നും കൊടുക്കാനുള്ള നീക്കം പരാജയപ്പെട്ടു. വെള്ളം നൽകാൻ ആനയെ ചാലക്കുടി പുഴയിലേക്ക് ഓടിക്കാൻ വനംവകുപ്പ് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആന ഓടുന്നില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിച്ചതോടെ ആനയും കാട് കയറി. മരുന്ന് നൽകുന്നതിന് മുൻപ് ശർക്കര ഇട്ട് കൊടുത്തെങ്കിലും ആന കഴിച്ചില്ല. അതോടെ വെള്ളവും മരുന്നും ലഭ്യമാക്കാനുള്ള നീക്കം സംഘം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ആന കാടിറങ്ങിയാൽ ചികിത്സ ലഭ്യമാക്കാനാണ് തീരുമാനം. പിന്നെ ഇവനെ വന്ന് പിന്നെ കുറച്ച് നേരം കിടക്കുക, പിന്നെ എഴുന്നേക്കുക, ഒരു ഭയങ്കര ആവശ്യതയാണ് ആൾക്ക്. നമ്മൾ ഇന്നലെ തുടങ്ങി കാണുന്നത്. ഇന്ന് കാലത്ത് വരുമ്പോഴും കിടക്കുകയാണ് ആൾ. അപ്പോൾ ആകെ നമ്മൾ ഇത് ഗണപതി എന്ന് പറയുമ്പോൾ നല്ലൊരു ആനയാണ്. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ഉപദ്രവമൊന്നും ഇല്ലാത്തൊരു ആനയാണ്. കൃഷി നശിപ്പിക്കുന്നത് ഒഴിച്ച് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു ആനയാണ് ഗണപതി. സൂരജ് സജീവമായി. സൂരജ്, ഇതിനെ ട്രീറ്റ് ചെയ്യാനാണ് മരുന്ന് കൊടുക്കാനാണെന്ന് ഏഴാറ്റുമുഖം ഗണപതിക്ക് മനസ്സിലാവുന്നില്ല. അതാ പ്രശ്നം. തീർച്ചയായും ഹാഷ്മി, അത് തന്നെയാണ്. ആന ഈ ആളുകളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോഴേക്കും അതിനെ കെണിവെച്ച് പിടിക്കാനാണോ എന്നൊരു പരിഭ്രമം അത് ആനയിൽ പ്രകടമായിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും എനിക്ക് ഈ പിന്നിൽ കാണുന്ന ഈ മലനിരകളിലേക്ക് ഇപ്പോൾ ഈ ആന കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ എണ്ണപ്പനത്തോട്ടത്തിലാണ് രാവിലെ നമ്മൾ ഈ ഏഴാറ്റുമുഖം ഗണപതിയെ കാണുന്നത്. അവിടെ നിന്ന് ഈ ആന പതിയെ കാടിന് അടുത്തേക്ക് നീങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഈ വനംവകുപ്പിന്റെ ദൗത്യസംഘം ഇവിടെ എത്തുന്നത്. വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് വെള്ളവും മരുന്നും ലഭ്യമാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ആനയ്ക്ക് ശർക്കര ഇട്ടുകൊടുത്തു. പക്ഷേ ഈ ശർക്കര കഴിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഈ മരുന്ന് നൽകാനുള്ള നീക്കത്തിൽ നിന്ന് ഈ ദൗത്യസംഘം പിന്മാറി. അടുത്തവർ ചെയ്തത് ഈ ആനയ്ക്ക് വെള്ളം ലഭ്യമാക്കാനുള്ള ഒരു നീക്കമായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർ ഈ കാട്ടിൽ നിന്ന് ആനയെ ഓടിച്ച് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്താണ് ചാലക്കുടി പുഴയുള്ളത്. ആ പുഴയിലേക്ക് എത്തിക്കാനായിരുന്നു ഒരു നീക്കം നടത്തിയത്. പക്ഷേ ആന ഇങ്ങോട്ടേക്ക് എത്തിയില്ല. പകരം ആന കാട് കയറുകയായിരുന്നു. അതോടുകൂടിയാണ് ഈ ദൗത്യം ഉപേക്ഷിച്ചുകൊണ്ട് വനംവകുപ്പ് സംഘം ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. താൽക്കാലികമായി ഇന്ന് ഈ ദൗത്യം നിർത്തിവെക്കുകയാണ്. ആനയുടെ ചെവിയും അതുപോലെ തന്നെ തുമ്പിക്കൈയുടെയും എല്ലാം ചലനം അത് സ്വാഭാവിക രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ എന്നാലും ഈ എരണ്ടം കെട്ടി നിൽക്കുന്നത് ആശങ്ക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ആനയെ നിരീക്ഷിക്കാൻ വാച്ചർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആനയുടെ നിരീക്ഷണം എനിക്ക് പിന്നിൽ കാണുന്ന ഈ മലനിരയിൽ അതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകടമായ മാറ്റമുണ്ടായാൽ ആ സമയം തന്നെ ഈ വനംവകുപ്പിന്റെ ദൗത്യസംഘത്തെ അറിയിക്കാനും ആന കാടിറങ്ങുന്ന മുറയ്ക്ക് ആനയെ നിരീക്ഷിച്ചുകൊണ്ട് ചികിത്സ നൽകാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഹാഷ്മി. യെസ്.
ഒരു പ്രശ്നം പറയുകയാണ്, എന്തായിരുന്നു, ആന ഭക്ഷണം കഴിച്ചാൽ പിന്നെ മരുന്നിൻ്റെ കാര്യമില്ല എന്ന് പറയുന്നത്. ഏത് പ്രശ്നമായിരുന്നു പറഞ്ഞത്? പക്ഷേങ്കിൽ ഇതിന് ശർക്കര ഇട്ട് കൊടുത്തു, പക്ഷേ ഇത് ശർക്കരയും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതല്ലേ. അപ്പോൾ വെള്ളം കുടിക്കാൻ അങ്ങോട്ടൊക്കെ വിട്ടപ്പോഴത്തേക്ക് ഇത് ഓടി കാട് കയറി ആന പിടിച്ചു എന്നാണ് തോന്നുന്നത്. മലയോര മേഖല, അജയ് കണ്ണൂർ പറയുന്നുണ്ടായിരുന്നു, മലയോര മേഖലയിലൊക്കെ കൊടും ചൂടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. മലയോര മേഖലയിൽ കൊടും ചൂടാണ്. അടുത്തെങ്ങാനും വേനൽമഴ കിട്ടാൻ സാധ്യതയുണ്ടോ? കാലാവസ്ഥാ വാർത്തകൾ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായും വാർത്തകളുണ്ടാവും. എന്ന് പറഞ്ഞാൽ അവിടെയും ചൂട് കൂടുന്നതും ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള കാരണങ്ങൾ ഒന്നായി പറയുന്നുണ്ടല്ലോ. വെള്ളമാണല്ലോ പ്രധാനം അല്ലേ. പാലക്കാട് ധോണിയിൽ നിന്ന് വനംവകുപ്പ് പിടികൂടിയ PT7 എന്ന കൊമ്പൻ കാഴ്ച വീണ്ടെടുത്തില്ലെന്ന് വനംവകുപ്പ്. ആനയെ പിടികൂടുന്നതിന് മുൻപ് തന്നെ കാഴ്ചക്കുറവുണ്ടായിരുന്നു. കണ്ണിനുള്ള ചികിത്സ തുടരുന്നുണ്ടെങ്കിലും കാഴ്ചാശക്തി തിരിച്ചു കിട്ടിയിട്ടില്ല. ആനയെ വനത്തിലേക്ക് തന്നെ വിടണമെന്നാണ് വനംവകുപ്പിന്റെ നിലപാടെന്നും DFO ജോസഫ് തോമസ് 24 പറഞ്ഞു. 2023 ജനുവരി 22-നാണ് ധോണിയെ വിറപ്പിച്ച PT7 എന്ന കൊമ്പനെ വനവകുപ്പ് പിടികൂടി കൂട്ടിലടച്ചത്. ആദ്യം അക്രമകാരിയായിരുന്ന കൊമ്പൻ ഇപ്പോൾ ശാന്തനാണ്. ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് PT7ന്റെ ഇടത് കണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്ന് കണ്ടെത്തിയത്. അന്ന് തന്നെ കാഴ്ച വീണ്ടെടുക്കുന്നതിനായുള്ള ചികിത്സ ആരംഭിച്ചിരുന്നെങ്കിലും അത് സാധ്യമായിട്ടില്ല. PT7ന്റെ കാഴ്ച വീണ്ടെടുക്കുന്നതിനുള്ള ചികിത്സ തുടരുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ചികിത്സ തുടരുക എന്നല്ലാതെ മറ്റ് കുറുക്കുവഴികളൊന്നുമില്ലല്ലോ. മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കൊമ്പൻ ശാന്തനാണിപ്പോൾ. നേരത്തെ കുങ്കിയാനയാക്കാൻ പദ്ധതിയിട്ടിരുന്ന കൊമ്പനെ ഇപ്പോൾ വനത്തിലേക്ക് തന്നെ തുറന്നുവിടാനാണ് വനംവകുപ്പിന്റെ താല്പര്യം. വന്യമൃഗങ്ങൾ കാട്ടിൽ തന്നെ ആവണം, പക്ഷെ അത് നമ്മൾ ആ ഡോക്ടേഴ്സിന്റെ അഭിപ്രായവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കിയിട്ടാണ്, പൊതുജനങ്ങളുടെ ഈ പറഞ്ഞ പോലെ റിസ്ക്കും ഇതെല്ലാം പരിഗണിച്ചിട്ട് തന്നെയാണ് വനംവകുപ്പ് ഒരു തീരുമാനം എടുക്കുന്നത്. വിദഗ്ധ സമിതിയുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനം. 24 പാലക്കാട്. ഒരു പ്രശ്നം ചോദിക്കുകയാണ്. ഹായ്, ദേവികാദേവി പോയോ? ദേവികാദേവി വന്നായിരുന്നോ? ചേച്ചി എന്തോ ആരോഗ്യ പ്രശ്നമായിട്ടിരിക്കുമായിരുന്നല്ലോ, വന്നായിരുന്നോ? ഞാൻ കണ്ടില്ല. ഓക്കെ. അപ്പോൾ വയനാട് മീനങ്ങാടിയിൽ കൂട്ടിലകപ്പെട്ട കടുവയെ തിരിച്ചറിഞ്ഞു. 7 വയസ്സ് പ്രായമുള്ള WYS7 എന്ന പെൺകടുവയാണ് കൂട്ടിലായത്. കഴിഞ്ഞ ദിവസം മൈലമ്പാടി അപ്പാട് പ്രദേശത്തെ 3 വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്ന കടുവ പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരുന്നു. നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് പാമ്പുംകുല്ലിയിൽ കുര്യൻ്റെ പറമ്പിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്നലെ രാത്രിയാണ് കടുവ കുടുങ്ങിയത്. നിലവിൽ കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിൽ നിരീക്ഷണത്തിലാണ് കടുവ. ആരോഗ്യ പ്രശ്നങ്ങളില്ല. അതേസമയം കടുവയെ കാട്ടിൽ തുറന്നു വിടരുത് എന്നാണ് നാട്ടുകാരുടെ നിലപാട്. ഇടുക്കി നെടുങ്കണ്ടത്ത് തേനീച്ചയുടെ കുത്തേറ്റ വയോധിക മരിച്ചു. 50 ഏക്കർ പനച്ചിമുക്കത്തിൽ MN തുളസിയാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് തേനീച്ച ആക്രമണത്തിനിരയായത്. വീട്ടിലുണ്ടായിരുന്ന കൊച്ചുമക്കൾക്കും കുത്തേറ്റു. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആരോഗ്യനില ഗുരുതരമായതിനാൽ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ ചികിത്സയിലിരിക്കെ രാത്രിയോടെയാണ് മരണം. ബാലേന്ദ്രൻ നായർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, എന്താണ്, വെള്ളം തിളപ്പിക്കാനിട്ടിട്ട് അരി KRIS തേടിപ്പോയെങ്കിലും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കിട്ടാനായില്ല. ഉദ്ഘാടനം കഴിഞ്ഞാലും സർക്കാരിൻ്റെ ശബരി KRIS ജനങ്ങളിലേക്ക് ഉടനെത്തില്ല. അരി ഇതുവരെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തിയിട്ടില്ല. അരി നിറയ്ക്കാൻ സഞ്ചി ഇല്ലാത്തതാണ് പ്രതിസന്ധി എന്നാണ് അധികൃതരുടെ വിശദീകരണം. ശബരി KRIS കേരളത്തിൻ്റെ പൊതുവിതരണ രംഗത്തെ ബദൽ ഇടപെടൽ എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അഖിൽ ഷാൻ സാർ വിവരങ്ങൾ ചേരുന്നു. അഖിൽ, KRIS എപ്പോഴത്തേക്ക് കിട്ടും? ഹഷ്മി, അക്കാര്യത്തിൽ അല്പസമയം മുമ്പ് മന്ത്രിയും നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ സഞ്ചി ഇല്ലാത്തത് കൊണ്ടാണ് അരി എത്താത്തത് എന്നുള്ള വാദങ്ങളൊക്കെ തെറ്റാണ്. KRIS നാളെ മുതൽ ലഭ്യമാകുമെന്നുള്ളൊരു കാര്യമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഔട്ട്ലെറ്റുകളിലൊക്കെ അന്വേഷിക്കുമ്പോൾ തന്നെ KRIS ഇതുവരെ ഔട്ട്ലെറ്റുകളിൽ, ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലോ മാവേലി സ്റ്റോറുകളിലോ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും KRISന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ആദ്യഘട്ട വിതരണവും അത് തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ വെച്ച് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രി V ശിവൻകുട്ടിയും നിർവഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഏറ്റവും പ്രധാനമായും ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒന്ന്, അതായത് കേന്ദ്രത്തിന്റെ ഭാരത് റൈസിന് ബദലായാണ് സംസ്ഥാന സർക്കാർ ശബരി KRIS കൊണ്ടുവന്നത്. 29 രൂപയ്ക്ക് ജയ അരി, 30 രൂപയ്ക്ക് മട്ട അരി, കുറുവ അരി, ഈ തുടങ്ങിയ അരികൾ പ്രതിമാസം 5 കിലോ വീതം വാങ്ങാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാർഡ് ഉടമകൾക്കും ഈ അരി മേടിക്കാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത് മാസം തോറും മേടിക്കുകയും ചെയ്യാമെന്നുള്ളതാണ് ഈ KRISന്റെ പ്രത്യേകത. ഈ ഭാരത് റൈസിനെ കുറിച്ച് സംസ്ഥാന സർക്കാർ ഏറ്റവും പ്രധാനമായും ആരോപിക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ഈ FCA ഗോഡൌൺ വഴി കേന്ദ്രം റേഷൻ കടകളിലൂടെ കൊടുക്കുന്ന അരി തന്നെയാണ് ഇത്തരത്തിൽ 10 രൂപയോളം വർദ്ധിപ്പിച്ച് 29 രൂപയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളൊരു കാര്യവും വിമർശിക്കുന്നു. മുഖ്യമന്ത്രിയും ഇന്ന് അത്തരത്തിലുള്ള വിമർശനവും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ KRIS സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അഖിൽ ഷാൻ സാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇന്നലെ ഒരു KL04 ടോക്കീസ് എന്ന് പറഞ്ഞൊരു ഹാൻഡിൽ. ഹായ് ഹാഷ്മി, താങ്ക്സ്. ഇന്നലെ കമൻറ്റ് വായിച്ചു. ഇന്നലെ തന്നെ ഇടപെട്ട് ന്യൂസ് നൽകി. ഇന്ന് രാവിലെ റേഷൻ വിതരണം വലിയ പ്രശ്നമില്ലാതെ നടന്നു. താങ്ക് യു പറയുന്നുണ്ട്. താങ്ക് യു.
സഞ്ചി വേണമെങ്കിൽ ഞാൻ തയ്ച്ചു കൊടുക്കാം, എന്നാലും അരി കൊടുക്കാതിരിക്കേണ്ടെന്ന് ഷാനു പറയുന്നുണ്ട്. ശ്രീരാജ് കാലിക്കട്ട് നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ സ്ഥിരം പ്രേക്ഷകർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രീരാജ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, എന്താ പ്രശ്നം? ഹരിയാനയിലെ പുതിയ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി വിശ്വാസ വോട്ടെടുപ്പ് നേരിടുന്നു. 48 MLA-മാരുടെ പിന്തുണയോടെ ആത്മവിശ്വാസത്തിലാണ് BJP. വിപ്പ് ലംഘിച്ച് JJP MLA-മാർ സഭയിലെത്തി. 90 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷം മറികടക്കാൻ വേണ്ടത് 46 MLA-മാരുടെ പിന്തുണ. BJPക്ക് 41 MLA-മാരുണ്ട്. 6 സ്വതന്ത്രരുടെയും ലോക്ഹിത് പാർട്ടി MLA-യുടെയും പിന്തുണ ഉറപ്പാക്കിയ BJPക്ക് മുന്നിൽ പ്രതിസന്ധികളില്ല. വിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് JJP നൽകിയ വിപ്പ് ലംഘിച്ചാണ് 4 MLA-മാർ സഭയിലെത്തിയത്. വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ആത്മവിശ്വാസം നൽകും. ലോക്സഭാ സീറ്റ് വിഭജനത്തെ ചൊല്ലിയാണ് BJPയും JJPയും തമ്മിൽ ഭിന്നത അനുഭവപ്പെട്ടത്. 10 ലോക്സഭാ സീറ്റുകളിലും മത്സരിക്കാൻ BJP നീക്കം നടത്തിയപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിലും വിജയിക്കാൻ കഴിയാതിരുന്ന JJPക്ക് 2 സീറ്റ് വേണമെന്നായിരുന്നു ആവശ്യം. പിന്നാലെ BJPയുമായി സഖ്യം ഉപേക്ഷിച്ചാണ് സ്വതന്ത്രരുടെ അടക്കം പിന്തുണയോടെ നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 24 ഡൽഹി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ശിവസേനയിലേക്ക് പരസ്യമായി ക്ഷണിച്ച് ഉദ്ധവ് താക്കറെ. BJPയിൽ ഇനിയും അപമാനിതനായി തുടരേണ്ടെന്നും ശിവസേന സ്ഥാനാർത്ഥിയായി ജയിപ്പിക്കാം എന്നുമാണ് വാഗ്ദാനം. ക്ഷണത്തോട് ഗഡ്കരി പ്രതികരിച്ചിട്ടില്ല. BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. മുന്നണിയിലെ സീറ്റ് ചർച്ച പൂർത്തിയാകാത്തതായിരുന്നു കാരണം. എന്നാൽ നിതിൻ ഗഡ്കരിയെ പോലെ ഒരു ഉന്നത നേതാവിൻ്റെ കാര്യത്തിൽ കാത്തിരിപ്പ് വേണമോ എന്ന ചോദ്യം പല കോണിൽ നിന്നും ഉയർന്നു. ഗഡ്കരിയെ തഴഞ്ഞേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ടായി. മോദിയും അമിത്ഷായുമായി ഗഡ്കരി കൂടിക്കാഴ്ച നടത്തി. ഈ ആശയക്കുഴപ്പത്തെ ആളിക്കത്തിക്കാനാണ് ഉദ്ധവ് താക്കറെയുടെ ശ്രമം. ഗഡ്കരിയെ പോലെ ഒരാൾ പാർട്ടി വിട്ടാൽ അത് മഹാരാഷ്ട്രയിൽ BJPക്ക് കനത്ത തിരിച്ചടിയാവും. നാഗ്പൂരിൽ RSS പിന്തുണയുള്ള കരുത്തനാണ് അദ്ദേഹം. ഗഡ്കരി വന്നില്ലെങ്കിൽ പോലും കടുത്ത അനീതി അദ്ദേഹം നേരിടുന്നുണ്ടെന്ന പ്രചാരണം നടത്തുകയാണ് ഉദ്ധവ്. ഉദ്ധവിന്റെ ക്ഷണത്തോട് ഗഡ്കരി പ്രതികരിച്ചില്ലെങ്കിലും ഉദ്ധവിനെ പുച്ഛിച്ചു തള്ളുകയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. അമേരിക്കൻ പ്രസിഡന്റിനെ തെരുവിൽ കഴിയുന്നയൊരാൾ ക്ഷണിക്കും പോലെയാണ് ഉദ്ധവിന്റെ നടപടിയെന്ന് അദ്ദേഹം പരിഹസിച്ചു. മുന്നണിയിലെ പാർട്ടികൾക്ക് BJP എത്ര സീറ്റ് നൽകും എന്നതിനൊപ്പം തന്നെ നിതിൻ ഗഡ്കരിക്ക് സീറ്റ് ഉണ്ടാകുമോ എന്ന ആകാംക്ഷ കൂടി BJPയുടെ മഹാരാഷ്ട്രയിലെ സ്ഥാനാർത്ഥി പട്ടികയെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ശിവസേനയിലേക്ക് വരുന്നു എന്നതിനേക്കാൾ ഗഡ്കരിയോട് ഇഷ്ടമുള്ളവരോട് ഗഡ്കരി BJPയിൽ നേരിടുന്നത് കൊടിയ അപമാനമാണ് എന്ന് പറയുകയാണ് ശിവസേന. വോട്ട് ലക്ഷ്യങ്ങളുണ്ട് കേട്ടോ, ഉറപ്പായും. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് കുഴഞ്ഞു വീട് മരിച്ചത് ഹൃദയാഘാതം മൂലമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നേരത്തെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നലെ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്നലെ പുലർച്ചെയാണ് പന്തല്ലൂർ കടമ്പോട് സ്വദേശി മൊയ്തീൻകുട്ടി ആലുങ്ങൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചത്. ഉത്സവപ്പറമ്പിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനാണ് മൊയ്തീൻകുട്ടിയെ പാണ്ടിക്കാട് പോലീസ് വിളിപ്പിച്ചത്. പ്രാഥമിക പരിശോധനയിൽ മൊയ്തീൻകുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ മുറിവുകളോ പാടുകളോ കണ്ടെത്താനായിട്ടില്ല. മരണകാരണമായ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള കാരണം വ്യക്തമല്ല. ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലം ലഭിക്കാനുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. പ്രതിഷേധം രൂക്ഷമായതോടെ ഇന്നലെ അന്വേഷണ വിധേയമായി 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. പോലീസ് മൊയ്തീൻകുട്ടിയെ സ്റ്റേഷന് പുറത്തുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മർദ്ദിക്കുന്നതിന്റെ ശബ്ദം കേട്ടതായി സുഹൃത്തുക്കളും പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനിലെ CCTV വിശദമായി പരിശോധിക്കും. 24 മലപ്പുറം. ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന് ഇതുവരെ തെളിവ് കണ്ടെത്താനായിട്ടില്ല. പ്രതി നിതീഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയും ചെയ്യും. കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന മുഖ്യപ്രതി നിതീഷ് മൊഴി നൽകിയ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനാവാത്തത് പോലീസിന് വലിയ വെല്ലുവിളിയാണ്. കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കുകയാണ് അടുത്ത ഘട്ടം. ഇതിന്റെ ഭാഗമായാണ് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യയുടെ തീരുമാനം. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. SP-യുടെ നേതൃത്വത്തിൽ ഈ എല്ലാ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുരോഗമിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് അതിന്റെ രീതിയിൽ നമ്മൾ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടും വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ
കക്കാട്ടുകടയിലെ വീടും DIGയും സംഘവും പരിശോധിച്ചു. കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി നിതീഷിനെയും വിജയന്റെ ഭാര്യ സുമയെയും DIG ചോദ്യം ചെയ്തു. നിതീഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. പ്രതിയെ കസ്റ്റഡിയിൽ കൂടുതൽ ദിവസം ആവശ്യപ്പെടാനാണ് പോലീസിന്റെ നീക്കം. 24 ഇടുക്കി. സഹായമാത പറയുകയാണ്, തമ്മനം പുതിയ റോഡ് 3 വർഷത്തിന് ശേഷം കഴിഞ്ഞ മാസം നന്നാക്കി. കഴിഞ്ഞ ആഴ്ചയിൽ പിന്നെയും റോഡ് കുഴിച്ച് പൈപ്പിട്ടു. ഇപ്പോൾ പൊടിശല്യം കാരണം താങ്ങാൻ പറ്റുന്നില്ല. പ്ലീസ് വാർത്ത കൊടുക്കണമെന്ന് പറയുകയാണ്. പുതിയ കാര്യമാണോ അല്ലേ? എന്താണ് റോഡ് നന്നായിട്ട് ടാർ ചെയ്യുക, തൊട്ടു പിന്നാലെ ഒന്ന് കുത്തിപ്പൊളിക്കുക. അത് കേരളത്തിൽ നടക്കുന്ന ഒരു ആചാരമാണ്, അതിന് മാറ്റമില്ല. അതുകൊണ്ടാണ്. വാർത്ത നോക്കാം നമുക്ക്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. സിൻജോ ജോൺസൺ, അമീൻ, അക്ബർ അലി, സൗദ്, ആദിത്യൻ, കാശിനാഥൻ, ഡാനിഷ് എന്നിവരാണ് കസ്റ്റഡിയിൽ. ഇവരാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചവരിൽ പ്രധാനികളെന്നാണ് പോലീസ് കണ്ടെത്തൽ. മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ സംബന്ധിച്ച വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ. പ്രതികളുമായി നാളെ തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട്. അതേസമയം കേസിൽ CBI അന്വേഷണം ഒരാഴ്ചക്കകം ഉണ്ടാകുമെന്നാണ് സൂചന. കൽപ്പറ്റ DYSP TN സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. തൈസീർ ചോദിക്കുകയാണ്, ഇവനല്ലേ ഏഷ്യാനിലുണ്ടായിരുന്നെന്ന്. അടങ്കപ്പ എന്നെ പറ്റിയാണോ? അത് എന്താ കാലം, ഇയേഴ്സ് ബാക്ക്. ഇനി മാർക്കറ്റ് വ്യൂ, ക്രിസ്റ്റീന ചെറിയാഞ്ചേരി. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ഓഹരി വിപണികളിൽ വിൽപ്പന സമ്മർദ്ദം. നിഫ്റ്റി 22,260 വരെ താഴ്ന്നു. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, മൈക്രോ ക്യാപ് ഓഹരികൾ ഇന്നും ഇടിവിൽ. കേന്ദ്ര പൊതുമേഖലാ കമ്പനികളും നഷ്ടത്തിന്റെ പാതയിൽ. നേട്ടമുണ്ടാക്കി FMCG കമ്പനികൾ. ഡോളറിനെതിരെ രൂപ ദുർബലമായി. രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് $2,160. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 48,280 രൂപ. 1.25 ലക്ഷം കോടി രൂപയുടെ അർദ്ധചാലക പദ്ധതികൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി. സെമി കണ്ടക്ടർ ക്ലബിലേക്കുള്ള ഇന്ത്യൻ പ്രവേശനത്തിന് ഗുജറാത്തിലെ ധോലേരയിൽ തുടക്കം. ടാറ്റ ഗ്രൂപ്പും തൈവാനിലെ പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പറേഷനും ചേർന്ന് നിർമ്മിക്കുന്ന ചിപ്പ് 2026 അവസാനത്തോടെ പുറത്തിറക്കും. സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിന് ഇരു കമ്പനികളും തമ്മിൽ ധാരണയായി. ആശ്രിതരായ കുടുംബാംഗങ്ങളെ UK കൊണ്ടുവരുന്നതിൽ നിന്ന് കെയർ വിസ ജീവനക്കാർക്ക് നിയന്ത്രണം. തീരുമാനം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പരിചരണ ജീവനക്കാർക്ക് തിരിച്ചടിയാകും. UK ഹോം ഓഫീസിന്റെ പുതുക്കിയ വിസ ചട്ടങ്ങൾ ഈ ആഴ്ച പ്രാബല്യത്തിൽ വരും. ധാർമ്മികവും സുസ്ഥിരവുമായ കുടിയേറ്റ സമീപനം ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്ന് ആഭ്യന്തര സെക്രട്ടറി ജെയിംസ് ക്ലവർലി. ഈ മാസം അവസാനത്തോടെ റിക്ഷ പുറത്തിറക്കാൻ ഓല. പ്രാഥമിക ഓഹരി വിപണി പ്രവേശനത്തിന് മുന്നോടിയായി പുതിയ റിക്ഷ റാഹി വിപണിയിലെത്തിക്കും. നീക്കം വാണിജ്യവാഹന ബിസിനസ്സിലേക്ക് കടക്കാനുള്ള ഓലയുടെ ദീർഘകാല പദ്ധതിയുടെ ഭാഗം. കോടികളുടെ മഹാദേവ് ഓൺലൈൻ വാതുവെപ്പ് തട്ടിപ്പിൽ നിർണായക കണ്ടെത്തലുമായി ED. ഓഹരി വിപണികളിലേക്ക് ഫണ്ട് എത്തിക്കാൻ ഉപയോഗിച്ച ഡമ്മി കമ്പനികളുടെ അക്കൗണ്ടുകൾ കണ്ടെത്തി. ED വെളിപ്പെടുത്തൽ സ്കൈ എക്സ്ചേഞ്ച് എന്ന വാതുവെപ്പ് വെബ്സൈറ്റിലൂടെ 423 കോടി വകമാറ്റിയെന്ന കേസ്. ഇന്ന് വിപണിയിൽ ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണുന്നത്. ഒരു കറക്ഷൻ്റെ പാതയിലാണ്. എന്നാലും ബ്ലൂ ചിപ്പ് ഓഹരികൾ വലിയ നേട്ടത്തിലാണ്. നമ്മൾ ഓഹരി വിപണിയിലെ ഇന്നത്തെ നീക്കം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദേശീയ ഓഹരി വിപണി 267 പോയിന്റ് താഴ്ന്ന് 22,068 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസ് സെക്ടറും ഒരു ഇടിവിൻ്റെ പാതയാണ് കാണിക്കുന്നത്. രണ്ടും റെഡ് സെഗ്മെന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 724 പോയിന്റ് താഴ്ന്ന് 72,944 എന്ന നിലയിലാണ്. 73,000 എന്ന് പറയുന്ന ആ നിലയിൽ നിന്ന് താഴേക്ക് വന്നിരിക്കുന്നു. ഇനി ഡോളർ രൂപ എക്സ്ചേഞ്ച് റേറ്റ് നോക്കിയാൽ ഇന്ന് ഡോളറിനാണ് നേട്ടം. രൂപ ഇന്ന് ദുർബലമായ നിലയിലാണ്. 9 പൈസ കുറഞ്ഞ് 82 രൂപ 88 പൈസ എന്ന നിലയിലാണ് ഡോളറിനെതിരെ രൂപയുടെ വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റ് ട്രെൻഡ് അനലൈസ് ചെയ്യാനായി ശ്രീ പ്രിൻസ് ജോർജ് ഉണ്ട്, MD DBFS. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ്. ഇന്ന് വിപണിയെ ബാധിക്കുന്ന കുറേ ഘടകങ്ങളുണ്ടല്ലോ. ഇന്നും MS ഈ സെക്ടറുകൾ, അതായത് സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്പ് ഒക്കെ ഒരു ഇടിവാണ് കാണിക്കുന്നത്. പിന്നെ ഈ മഹാദേവ് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിപണിയിലേക്ക് ഫണ്ട് ഒഴുകിയത് ചില ഡമ്മി അക്കൗണ്ടിലൂടെയാണെന്ന EDയുടെ ഒരു പരാമർശവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഏത് രീതിയിൽ വിപണിയെ സ്വാധീനിക്കും? ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. ഇന്നിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡീപ്പായിട്ടുള്ള ഒരു കറക്ഷനിൽ കൂടെയാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രാവിലത്തെ ഒരു ട്രെൻഡ് ജസ്റ്റ് ഒരു പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നെഗറ്റീവിലേക്ക് വന്നു. എങ്കിലും ഒരു 22,000 ലെവലിൽ നിഫ്റ്റിക്ക് 22,200 ലെവലിൽ നിഫ്റ്റിക്ക് സപ്പോർട്ട് കിട്ടുമെന്നാണ് പൊതുവെ മാർക്കറ്റിലുള്ള ആളുകളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആ സപ്പോർട്ട് ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത്
ശക്തമായിട്ടുള്ള സെല്ലിംഗ്, അത് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിൽ തുടങ്ങിയ സെല്ലിംഗ് ഇപ്പോൾ ലാർജ് ക്യാപ്പിലേക്കൂടെ വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാരണം. മാർക്കറ്റിന്റെ ഒരു നെർവസ്നെസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മ്യൂച്വൽ ഫണ്ടുകൾ വഴി വലിയ തോതിൽ പണം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ മാർക്കറ്റുകളിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. പക്ഷെ ആ വന്നതിൽ കൂടുതൽ ഫണ്ടും മിഡ് ആൻഡ് സ്മോൾ ക്യാപ് മ്യൂച്വൽ സ്കീമുകളിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ സ്കീമുകൾക്കാണ് ഒരു റിസ്ക്. ഇപ്പൊ സെബി ചെയർമാൻ പറഞ്ഞപ്പോൾ ആ സ്കീമുകൾ ഒരു ഫോഴ്സ്ഡ് സെല്ലിംഗിലേക്ക് പോകും, അവിടുന്ന് റിഡംഷൻസ് ഉണ്ടാകും, അങ്ങനെ മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു ഹൈപ്പോത്തസിസിലാണ് ഈ സെല്ലിംഗ് നടക്കുന്നത്. സാധാരണ കറക്ഷൻ വരുമ്പോൾ ഇത്തരം ന്യൂസുകളൊക്കെ വരുന്നതാണ്. എന്തായാലും മാർക്കറ്റിന് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. 22,200 വിട്ട് 22,050 ലെവലിലേക്ക് എത്തി. ഈ മഹാദേവ് ആപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഒരു ന്യൂസ് എന്നുള്ളതേ ഉള്ളൂ. ഏതാണ്ട് 1,000 കോടി രൂപയുടെ അടുത്തുള്ള ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാകാം. അതിന് ഇപ്പൊ എൻക്വയറി ഒക്കെ നടക്കും. അത് ഒരു പരിധി കൂടുതൽ മാർക്കറ്റിനെ ഒന്നും ബാധിക്കാനില്ല. മാർക്കറ്റിന്റെ സൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ വളരെ ചെറിയ ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനൊരു സെന്റിമെന്റലി നെഗറ്റീവായിട്ടുള്ള ഒരു ഇഷ്യൂ എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും ഞാൻ കാണുന്നില്ല. ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാകുന്നു. ബാക്ക് ടു ഹാഷ്മി. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തല്ലിത്തകർത്ത കേസിൽ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ കാപ്പ ചുമത്താൻ ഉത്തരവ്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ പുല്ലനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാട് കടത്താൻ CAG കേസ്. DIG S അജിതാ ബീഗം ഉത്തരവിട്ടു. കേസിൽ അറസ്റ്റിലായ 54 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഫെബ്രുവരി 13-നാണ് നിതിന് തൃശൂർ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ഉണ്ടായ പൂരമൊക്കെ നമ്മൾ കണ്ടതാണ്. പുല്ലനെ പിടിക്കാനും പുല്ലൻ ഇറങ്ങി പോയതും പുല്ലനെ പിന്നീട് പിടിക്കുകയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒടുവിൽ നാട് കടത്താനാണ് ഉത്തരവ്, അല്ലേ? ഹാഷ്മി, എന്തായാലും നാട് കടത്തുകയാണ്. ഇപ്പോൾ പുല്ലനെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 6 മാസത്തേക്കാണ് കാപ്പ ചുമത്തി ഇപ്പോൾ പുല്ലനെ നാട് കടത്താൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത്. സംഭവങ്ങളുടെ തുടക്കം ഡിസംബർ 22-നാണ്. ചാലക്കുടി ഗവൺമെന്റ് ITI തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന വിജയാഹ്ലാദ പ്രകടനം. അതിനിടയിലാണ് ബോധപൂർവം ഈ നിതിൻ പുല്ലന്റെ നേതൃത്വത്തിൽ SFI DYFI പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് ഈ പോലീസ് ജീപ്പ് ആക്രമിക്കുന്നതും പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോയത്. മണിക്കൂറുകൾ നീണ്ട അക്രമമായിരുന്നു ചാലക്കുടിയിൽ ഉൾപ്പെടെ അരങ്ങേറിയത്. അന്ന് SI M അഫ്സൽ അടക്കം 5 പോലീസുകാർക്കെതിരെയായിരുന്നു ഇവരുടെ അക്രമം ഉണ്ടായിരുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ജീപ്പാണ് വഴിയിൽ തടഞ്ഞു നിർത്തി SFI പ്രവർത്തകരും DYFI പ്രവർത്തകരും ചേർന്ന് അടിച്ചു തകർത്തത്. ഈ ജീപ്പിന് മുകളിൽ കയറി നിന്നാണ് നിതിൻ പുല്ലൻ അന്ന് ഈ ജീപ്പിന്റെ ബീക്കൺ അടക്കം പറിച്ചെടുത്ത ഈ ചില്ലടക്കം അടിച്ചു പൊട്ടിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുല്ലനെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് തന്നെ CPM ഏരിയ സെക്രട്ടറി അശോകന്റെ നേതൃത്വത്തിൽ നിതിൻ പുല്ലനെ മോചിപ്പിച്ച് അവിടെ നിന്ന് കടത്തിവിട്ടത് ഏറെ വിവാദമായിരുന്നു. പിന്നീട് ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് നിതിൻ പുല്ലൻ അറസ്റ്റിലാകുന്നു. അതിനുശേഷം 54 ദിവസം ജയിലിൽ കിടന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ്, അതായത് ജനുവരി 13-നാണ് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നത്. അതിനിടയിൽ ഈ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. 6 മാസത്തേക്കാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ നാട് കടത്താൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, CPM ജില്ലാ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള KS അശോകൻ അടക്കം നിരവധി പ്രവർത്തകർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ചേർത്തിരുന്നെങ്കിലും അവരെ ആരെയും പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും ഈ നിതിൻ പുല്ലനെ നാട് കടത്താൻ ഉത്തരവിട്ടിരിക്കുന്ന ഹാഷ്മി. സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നിതിൻ പുല്ലൻ ജീപ്പിൽ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ, അതിനുശേഷം നിതിനെ പിടിക്കൽ, നിതിനെ മോചിപ്പിക്കൽ, പിന്നൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ്, വാർത്തയിൽ നിറഞ്ഞു നിന്നാണ്. എന്തായാലും കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാട് കടത്താനാണ് DIG S അജിതാ ബീഗത്തിൻ്റെ ഉത്തരവ്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, മൻസൂർ പട്ടേത്, ഹാഷ്മി ബ്രോ, കാപ്പ ചുമത്തി നാട് കടത്തൽ എന്താണ് എന്ന് പറഞ്ഞാൽ കേരള ആൻറ്റി എന്തായിരുന്നു കാപ്പയുടെ ഫുൾ ഫോം, അതായത് അത്തരം ശക്തികൾക്കെതിരെ, അത്തരം ഗുണ്ട എലമെൻസിനെതിരെ ഉള്ള നിയമമാണ് കാപ്പ. അപ്പോൾ ആ കാപ്പ ചുമത്തിയാൽ 6 മാസത്തേക്ക് ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് അതിൻ്റെ ബേസിക്, അതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്, ഒരു സമിതിയുണ്ട്, സമിതി തീരുമാനിക്കും കാപ്പ ചുമത്തണം എന്നുള്ള കാര്യമൊക്കെ. 6 മാസത്തേക്കാണ് അതിൻ്റെ കാലാവധി. അങ്ങനെയാണ് കാപ്പ ചുമത്തി നാട് കടത്തൽ എന്ന് പറയുന്നത്. കാപ്പയുടെ ഫുൾ ഫോം പെട്ടെന്ന് ഓർത്തിട്ട് കിട്ടുന്നില്ല കേട്ടോ. കേരള ആൻറ്റി സോഷ്യൽ ആക്ട് എന്തോ ആണ് കാപ്പ. തമിഴ്നാട് നീലഗിരിയിൽ മണ്ണിടിഞ്ഞു വീണ അതിഥി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ജാർഖണ്ഡ് സ്വദേശി റിസ്വാനാണ് മരിച്ചത്. ഒരാളെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. മതിൽ നിർമ്മാണത്തിനായി കുഴിയെടുക്കുന്നതിനിടയിലായിരുന്നു അപകടം. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേർന്നു. മനേഷ്, അപകടമുണ്ടായത് എങ്ങനെയാണ്? ഹാഷ്മി, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മുൻപാണ് ഈ ഒരു ദാരുണ അപകടം നടക്കുന്നത്. അവിടെ ഊട്ടിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നീലഗിരി ജില്ലയിലെ ഊട്ടി നഗരത്തിനുള്ളിൽ തന്നെയാണ്. അവിടെ
കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ, വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. വീടിനോട് ചേർന്നുള്ള മതിൽ നിർമ്മാണം നടത്തുന്നത്, ഒരു 30 അടി ഉയരമുള്ള മതിൽ നിർമ്മിക്കുകയായിരുന്നു. അതിനുവേണ്ടി കുഴിയെടുക്കുകയായിരുന്നു ഈ തൊഴിലാളികൾ. 4 തൊഴിലാളികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 2 തൊഴിലാളികൾ ഈ കുഴിക്കകത്തായിരുന്നു. അവരുടെ മുകളിലേക്കാണ് ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്നത്. അത് ജാർഖണ്ഡ് സ്വദേശികളായിട്ടുള്ള റിസ്വാൻ അതുപോലെ തന്നെ ഷാക്കിർ എന്നീ 2 പേരാണ് ഈ മണ്ണിനടിയിൽപ്പെട്ടത്. അതിൽ ഷാക്കിറിനെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഊട്ടിയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരിച്ചത് ജാർഖണ്ഡ് സ്വദേശിയായിട്ടുള്ള റിസ്വാനാണ്. റിസ്വാന്റെ പൂർണ്ണമായും തന്നെ മണ്ണിനടിയിലായിരുന്നു റിസ്വാൻ ഉണ്ടായിരുന്നത്. ഏകദേശം 45 മിനിറ്റോളം ശ്രമിച്ചിട്ടാണ് അഗ്നിശമന സേനയ്ക്കും അതുപോലെ തന്നെ പോലീസിനുമൊക്കെ ഈ ഒരു രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ മണ്ണിടിഞ്ഞു മൂലമുള്ള അപകടം ഊട്ടിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് എന്തായാലും ഇപ്പോൾ ഒരാളുടെ മരണത്തിനിടയാക്കിയ ഈ ഒരു അപകടം കൂടി നടന്നിരിക്കുന്നത്. ഹാഷ്മി. മനീഷ് മൂർത്തിയാണ്. ദൗർഭാഗ്യകരമായ വാർത്തയാണ്, ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഉഷാ സുഹിത്ത് ചോദിച്ചായിരുന്നു നേരത്തെ, ഈ കൊടുംചൂടിൽ നല്ല വാർത്തയൊന്നും പറയാനില്ലെന്ന്. എന്നെ ചെയ്യാൻ അയച്ചത് ഇതുപോലത്തെ വാർത്തയൊക്കെയാണ് വരുന്നത്. ഇതാ ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടോ, കാപ്പ സ്റ്റാൻഡ്സ് ഫോർ കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 2007. എനിക്ക് ആ പി കിട്ടിയില്ല, അത് പ്രിവെൻഷനാണ്. അപ്പോൾ അത് മനസ്സിലായില്ലേ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ബി.ജെ.പി പ്രവേശനത്തിൽ മുൻ DGP ലോക്നാഥ് ബെഹ്റയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവിടാൻ കോൺഗ്രസ് നേതാക്കളെ വീണ്ടും വെല്ലുവിളിച്ച് പത്മജ വേണുഗോപാൽ. ബി.ജെ.പി നേതാക്കൾ നേരിട്ടാണ് തന്നെ ബന്ധപ്പെട്ടത്. 2 സുഹൃത്തുക്കളും ഭർത്താവും മാത്രമാണ് പാർട്ടി മാറ്റം അറിഞ്ഞത്. പാർട്ടി പറഞ്ഞാൽ തൃശ്ശൂരിൽ പ്രചാരണത്തിനിറങ്ങുമെന്നും പത്മജ വേണുഗോപാൽ 24-നോട് പറഞ്ഞു. ലോക്നാഥ് ബെഹ്റയാണ് മേഡത്തിനെ BJP-യിൽ എത്തിക്കാനായിട്ട് ഇടനില നിന്നൊരു വാർത്ത കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. ഒരു വിവരം ഞാനത് അവരോട് പറഞ്ഞല്ലോ, തെളിവുകൊണ്ടുവരാൻ. അതിൽ തെളിവടക്കമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏതെങ്കിലും കൊണ്ടിട്ട് അപ്പൊ ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറയുന്നതിന് ഉത്തരം പറയണ്ടല്ലോ. കാരണം ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ട് 1.5 കൊല്ലായി. അതിനിടയ്ക്ക് ഒരു ദിവസം ഡോക്ടർ കോൺഫറൻസിന്റെ ഇടയ്ക്ക് ഹയാത്തിൽ വെച്ചിട്ട് ആളാണ് എന്തോ മുഖ്യ അതിഥിയായിട്ട് വന്നത്. അപ്പൊ എന്നെ കണ്ടപ്പം സ്നേഹമായിട്ട് വന്ന് എന്താ ചേച്ചി വിശേഷം എന്നൊക്കെ ചോദിച്ച ആള് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം ഇന്ന് വരെ, കാരണം ഞാൻ അങ്ങനെ ആലോചിക്കണോന്നുള്ളത് ആർക്കും അറിയില്ല. എന്റെ അടുത്ത 1-2 സുഹൃത്തുക്കൾക്കും പിന്നെ എന്റെ ഭർത്താവിനും മാത്രമേ അറിയുള്ളായിരുന്നു ഇക്കാര്യം. മോഹനൻ ചേട്ടൻ ചോദിക്കുന്നു, ഇലക്ഷൻ ഡിക്ലറേഷൻ ഇന്നുണ്ടാവുമോ? പറയാൻ പറ്റില്ല. ഈ മണിക്കൂർ മുതൽ ഇപ്പം മുതൽ എപ്പോൾ വേണേൽ ഉണ്ടാവാം എന്നുള്ളതാണ്. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പോസ്റ്ററുകളും ബോർഡുകളും നശിപ്പിച്ച നിലയിൽ. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച പോസ്റ്ററുകളും ബോർഡുകളുമാണ് നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് UDF പ്രതികരിച്ചു. ടോബി ജോൺസൺ ഒരുങ്ങുമ്പോൾ ചെയ്യുന്നു. ടോബി, അത് പോലീസ് കേസ് ആവുന്നുണ്ടോ? എന്താണ് സംഭവം? ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് വഴിവെക്കുന്ന നശിപ്പിക്കലാണോ അത്? അശ്വിനി, നമുക്കറിയാം കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് കോട്ടയത്ത് നടക്കുന്നത്. അതിന്റെ എല്ലാ വീറും വാശിയും നമുക്ക് താഴെത്തട്ടിലും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിരമ്പുഴ ഭാഗത്തായിട്ട് ഈ UDF-ന്റെ ഫ്രാൻസിസ് ജോർജിന്റെ പോസ്റ്ററുകളും അതുപോലെ തന്നെ ചില ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ സ്ഥാപിച്ചിരുന്നു. അത് നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. അതിന് പിന്നിൽ LDF പ്രവർത്തകരാണെന്നുള്ളൊരു ആക്ഷേപം കൂടിയുണ്ട്. ഫ്രാൻസിസ് ജോർജിന്റെ പോസ്റ്റർ ഒട്ടിച്ച സ്ഥലത്ത് അത് പൊളിച്ചു മാറ്റിയതിനു ശേഷം അവിടെ ചാഴിക്കാടന്റെ പോസ്റ്ററുകൾ ഒട്ടിച്ചതായിട്ടാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് നിയമപരമായിട്ട് നേരിടാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ UDF പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഈ ഒരു പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഭിത്തിയിൽ പേരെഴുതുന്നതുമായി ബന്ധപ്പെട്ടൊരു വലിയ തർക്കമുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ തർക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പോരാട്ടത്തിന്റെ എല്ലാ വീറും വാശിയും നമുക്കിപ്പോൾ ഈ താഴെത്തട്ടിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംഭവമായി തന്നെ വേണം ഇതിനെ കാണാൻ. ഹാഷ്മി. ടോബി ജോൺസണാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഓക്കെ, അടുത്തൊരു വാർത്തയിലേക്ക്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി കൂടി എത്തിയതോടെ പ്രചാരണം സജീവം. രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെത്തിയില്ലെങ്കിലും പ്രാദേശിക തലത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർത്താണ് UDF-ന്റെ പ്രചാരണം. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ LDF സ്ഥാനാർത്ഥി 7 നിയമസഭാ മണ്ഡലങ്ങളിലും ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കിയതാണ്. ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാക്കൾ നേർക്കുനേർ മാറ്റുരയ്ക്കുന്ന വേദിയായി മാറുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ഒരു ഭാഗത്ത് സിറ്റിംഗ് MP രാഹുൽ ഗാന്ധി വീണ്ടും ജനവിധി തേടുന്നു. മറുഭാഗത്ത് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ. രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവർ. കേരളത്തിൽ ഇന്ത്യ മുന്നണി സമവാക്യങ്ങൾ അപ്രസക്തമെന്നാണ് UDF നേതൃത്വം വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവോടെ കഴിഞ്ഞ വർഷമുണ്ടായ അതേ തരംഗം കേരളത്തിൽ ആവർത്തിക്കുമെന്നും കണക്കുകൂട്ടുന്നു UDF. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കൽപ്പറ്റയിൽ നടന്ന നേതൃയോഗത്തിൽ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ നേരിട്ടെത്തി. അസംബ്ലി കൺവെൻഷനുകൾ 16 മുതൽ 19 വരെ നടക്കും. രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ
വയനാട് ഒരുങ്ങിയെന്ന് നേതാക്കൾ. രാഹുൽ ഗാന്ധിയുടെ എലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് കിക്ക് സ്റ്റാർട്ട് നൽകിക്കൊണ്ട് ഇന്നലെ 7 അസംബ്ലി സെഗ്മെൻറ്റിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള UDF ലീഡേഴ്സ് മീറ്റ് ഇന്നലെ കൽപ്പറ്റയിൽ വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ നേരിട്ട് വരികയും ആ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥിത്വം ആനിരാജയിലേക്ക് എത്തിയതിന്റെ ഊർജം ഇടതുമുന്നണിക്ക് വയനാട്ടിലുണ്ട്. ആനിരാജ നേതൃത്വം നൽകിയ ബഹുജന പ്രക്ഷോഭങ്ങളടക്കം ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം. ഇതിനകം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആനിരാജ ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 16-ന് ജില്ലയിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തും. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിൽ നടക്കുന്ന LDF പൊതുയോഗങ്ങളിൽ പിണറായി പങ്കെടുക്കും. ഇതോടെ ഇടതുമുന്നണിയുടെ ഔപചാരിക പ്രചാരണ പരിപാടികൾക്കും തുടക്കമാകും. 24 വയനാട്. റബ്ബർ വിലയെക്കുറിച്ച് നവകേരള സദസ്സിൽ പ്രസംഗിച്ച തോമസ് ചാഴികാടൻ MPയെ മുഖ്യമന്ത്രി ശകാരിച്ചത് ചർച്ചയാക്കി UDF. പ്രതിപക്ഷ നേതാവ് അടക്കം കോട്ടയത്തെത്തുന്ന നേതാക്കളെല്ലാം ഇക്കാര്യം ഉയർത്തിക്കാട്ടിയാണ് ചാഴിക്കാടനെ ആക്രമിക്കുന്നത്. UDF കൺവെൻഷനിൽ ഇത് അതിര് കടക്കുകയും ചെയ്തു. പാലായിൽ വെച്ച് നവകേരള സദസ്സിൽ റബ്ബർ വിലയടക്കം 3 ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി തോമസ് ചാഴിക്കാടനെ ശകാരിച്ചത്. പിന്നീട് ചാഴിക്കാടൻ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തോമസ് ചാഴിക്കാടനെതിരെയുള്ള UDFന്റെ പ്രധാന ആയുധം ഇപ്പോൾ ഇതാണ്. മുഖ്യമന്ത്രിയോട് ഒരാവശ്യം പറയാൻ പോലും സാധിക്കാത്ത വ്യക്തിയാണ് ചാഴിക്കാടൻ എന്നാണ് വിമർശം. മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി പറയാൻ ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചില്ല എന്നേ ഉള്ളൂ. 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് നിന്നത്. മറക്കണ്ട. അപ്പൊ റബ്ബർ കർഷകരെ കുറിച്ച് പോലും പറയാൻ ഈ മുഖ്യമന്ത്രി സമ്മതിക്കില്ല. UDF പാർലമെന്റ് കൺവെൻഷനിൽ ഇതൽപ്പം അതിര് കടന്നു. വ്യക്തി അധിക്ഷേപത്തിലേക്കും കാര്യങ്ങളെത്തി. സ്വന്തം മണ്ഡലത്തിലെ റബ്ബർ കർഷകന്റെ പ്രശ്നം പോലും ഉച്ചരിക്കാൻ സാധിക്കാത്ത ശിഖണ്യായി കഴിയേണ്ട ആ അവസ്ഥയെക്കുറിച്ച് വിലപിക്കുന്ന ചാഴിക്കാടനോട് ഒന്നുകൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തി അധിക്ഷേപം നടത്തിയതിനെ ശക്തമായി ചെറുക്കാനാണ് LDFന്റെ തീരുമാനം. ഇതിനോടകം വിഷയത്തിൽ പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം പരാമർശങ്ങൾ തുടർന്നാൽ നിയമപരമായി നേരിടാനും ആലോചനയുണ്ട്. ടോബി ജോൺസൺ, 24 കോട്ടയം. നമ്മുടെ കേരളത്തിലെ പാവം റബ്ബർ കർഷകരെ സംബന്ധിച്ച് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണെങ്കിലും അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വിലയിലെ വർധന തുടരുകയാണ്. RSS 4-ന് 217 രൂപയാണ് ഇന്നത്തെ വില, 217 രൂപ. ആഭ്യന്തര വിപണിയിൽ അതിൻ്റെ പ്രതിഫലനം ഇനിയും ഉണ്ടായിട്ടില്ല. RSS 4-ന് 174 രൂപയാണ് ആഭ്യന്തര വിപണിയിലെ വില. കർഷകർക്ക് വില കിട്ടാൻ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നീക്കം റബ്ബർ ബോർഡ് തുടങ്ങിയിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ റബ്ബർ ഉൽപാദനത്തിലുണ്ടായ കുറവാണ് വില വർധനയ്ക്ക് കാരണം. ബാങ്കോക്ക് വിപണിയിൽ ഇന്നും വില വർദ്ധിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന RSS 4-ന് 217 രൂപയാണ് അന്താരാഷ്ട്ര വിപണിയിലെ ഇന്നത്തെ വില. RSS 1-ന് 220 രൂപയിലുമെത്തി. ഒരാഴ്ചയായി വിലവർദ്ധനവ് തുടരുകയാണ്. എന്നാൽ ഇതിന്റെ പ്രതിഫലനം ഇന്ത്യയിലെ കർഷകർക്ക് ലഭിക്കുന്നില്ല. RSS 4-ന് 174 രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. റബ്ബർ വില ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ 200 രൂപയിലെത്തിയിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പ്രയോജനം നമ്മുടെ കർഷകരിലേക്ക് എത്തുന്നില്ല. റബ്ബർ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് റബ്ബറിൻ്റെ ഉൽപ്പാദന ചെലവിൽ വരുന്ന വൻപിച്ച ചെലവാണ്. ഈ ചെലവുകൾ ഇന്ന് കർഷകനെ കൊണ്ട് ഈ വിലയിൽ താങ്ങാൻ പറ്റുന്ന അവസ്ഥയല്ല. അന്താരാഷ്ട്ര വിപണിയിൽ വില വർധനവ് തുടരുന്ന സാഹചര്യത്തിൽ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നീക്കം റബ്ബർ ബോർഡ് ആരംഭിച്ചു. വെള്ളിയാഴ്ച കയറ്റുമതിക്കാരുടെ യോഗം ചേരും. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ ആഭ്യന്തര കർഷകർക്ക് കൂടുതൽ വില ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 24 കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പടുത്തിരിക്കെ കോൺഗ്രസിന് തിരിച്ചടി. കോൺഗ്രസ് നേതാവും MLA ആയിരുന്ന അജയ് കപൂർ BJPയിൽ ചേർന്നു. BJP ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ അജയ് കപൂറിന് പാർട്ടി അംഗത്വം നൽകി. വിവരങ്ങളുമായി നിതിൻ അബുജൻ. നിതിൻ, ബീഹാറിൽ നിന്നുള്ള നേതാവ് തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ AICCയുടെ ദേശീയ സെക്രട്ടറി. അങ്ങനെയാണെങ്കിൽ അജയ് കപൂർ തന്നെ പറഞ്ഞതാണ് ഇന്ത്യ മുന്നണി ബീഹാറിൽ വളരെ ഗംഭീരമായി മുന്നോട്ടൊക്കെ പോകുന്നൊക്കെ പറഞ്ഞ ദിവസങ്ങളായിട്ടില്ലെന്ന് തോന്നുന്നു. തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു നീക്കം അജയ് ായിരിക്കുന്നത് ബീഹാറിൽ നിന്നുള്ള എന്തോ റേഞ്ച് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഇതിന്. അജയ് കപൂർ BJPയിൽ ചേരുന്ന പുതിയ കോൺഗ്രസ് നേതാവാണ്. AICC ദേശീയ സെക്രട്ടറിയാണ്. ബീഹാറിൽ നിന്നുള്ള നേതാവാണ്. MLA ആണ്. ഇന്ത്യ സഖ്യത്തിനൊക്കെ മുന്നണിയിൽ നിന്ന ആളുമാണ്.
സംസ്ഥാനത്തെ 9 ജില്ലകളിൽ അടുത്ത 5 ദിവസം ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. അലക്സ് മുഹമ്മദ് വിവരങ്ങളും വെച്ചിരുന്നു. അലക്സ്, അപ്പോൾ അടുത്ത 5 ദിവസം എന്ന് പറയുമ്പോൾ 39 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ ഡിഗ്രി സെൽഷ്യസ് വെച്ച് ഇങ്ങനെ ചൂട് മേപ്പോട്ടേക്ക് തന്നെയാണ്. അലക്സ്, ഹാഷ്മി, ഇത് എന്തൊരു ചൂടാണെന്ന് തലയിൽ കൈവച്ച് ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങൾ, അടുത്ത ഞായറാഴ്ച വരെ കൊടും ചൂട് സംസ്ഥാനത്തുണ്ടാകും എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. 9 ജില്ലകളിൽ ഈ ചൂട് വർദ്ധിച്ച്, അതായത് ഉയർന്ന താപനിലയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. അതിൽ പാലക്കാട്, കൊല്ലം ജില്ലകൾ ചുട്ടുപൊള്ളും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ 2 ജില്ലകളിലും, പാലക്കാട്ടും കൊല്ലത്തും, ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശ്ശൂരിൽ അത് 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ ചൂട് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്താണെങ്കിലും ചുട്ടുപൊള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ ഏവരും പാലിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ഒന്നാമത്, ഈ ഉയർന്ന ചൂട് സൂര്യാഘാതവും സൂര്യാതപത്തിനും അതുപോലെ നിർജ്ജലീകരണം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പും അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. നിർജ്ജലീകരണം തടയുന്നതിന് വേണ്ടി ധാരാളം വെള്ളം കുടിക്കണം, ധാരാളം വെള്ളം കയ്യിൽ കരുതണം, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണം, പകൽ സമയം നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. തൊഴിൽ സമയം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ ഈ പുറത്ത് ജോലി ചെയ്യുന്നവരും അതുപോലെ അവരെ ജോലിക്കായി എത്തിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. മറ്റൊന്ന്, തീപിടുത്തത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ വേനൽ ഇങ്ങനെ കത്തുന്ന പശ്ചാത്തലത്തിൽ. അത് ഈ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രത പുലർത്തണം. കാരണം കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഈ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിലും ഒപ്പം അത്തരം ഇടങ്ങളിലുമൊക്കെ, മാർക്കറ്റ് പോലുള്ള ഇടങ്ങളിലുമൊക്കെ തീപിടുത്തത്തിനുള്ള സാധ്യതയുള്ളതിനാൽ ഫയർ ഓഡിറ്റ് നടത്തി അതിൻ്റെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ചെറിയ മഴ അവിടെ ഇവിടെ ഒക്കെ പെയ്യുന്നുണ്ടെന്നല്ലാതെ വ്യാപകമായൊരു വേനൽ മഴയെ കുറിച്ച് പ്രവചനമുണ്ടോ? ഇല്ല ഹാഷ്മി, അങ്ങനെ വ്യാപകമായി മഴയ്ക്കുള്ള പ്രവചനം ഈ ഘട്ടത്തിലൊന്നുമില്ല. സത്യത്തിൽ വേനലിലേക്ക് കടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ചില ജില്ലകളിൽ അത്തരത്തിൽ ഒറ്റപ്പെട്ട വേനൽ മഴ ഉണ്ടാകും. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട ചെറിയ വേനൽ മഴയ്ക്ക്, അതൊരു ചാറ്റൽ മാത്രമായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അങ്ങനെ നേരിയ വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സമാനമായ പ്രവചനം ഉണ്ടെങ്കിൽ പോലും എവിടെയും വേനൽ മഴ ലഭിച്ചതായി വിവരമില്ല. എന്താണെങ്കിലും വേനൽ മഴയ്ക്ക് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കേണ്ടി വരും ഈ സമയത്തെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വേനൽ ചൂട് അത് കാഠിന്യത്തിലേക്ക് 39 ഡിഗ്രി സെൽഷ്യസ് 40 അങ്ങനെ മുന്നോട്ടൊക്കെ തന്നെയാണ്. ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും ആ ചൂട് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ സൂക്ഷിക്കുക, കുറേയധികം വെള്ളം കുടിക്കുക, പരമാവധി ഈ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുമെങ്കിൽ വീട്ടിൽ തന്നെയോ എവിടെയെങ്കിലുമൊക്കെ സേഫായിരിക്കുക, ശ്രദ്ധിച്ചല്ലേ പറ്റൂ. കേരള സർവകലാശാല കലോത്സവം നിർത്തിവെച്ചതിൽ വൈസ് ചാൻസലറോട് ഗവർണർ റിപ്പോർട്ട് തേടും. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ കൂടിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കം. ഇന്ന് തന്നെ കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനോട് റിപ്പോർട്ട് തേടാനാണ് ഗവർണറുടെ തീരുമാനം. സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികൾ ഉൾപ്പെടെ സർവകലാശാലയ്ക്ക് കൈമാറും. നിരന്തരമുണ്ടായ സംഘർഷങ്ങളും മത്സരാർത്ഥികൾ നേരിട്ട ബുദ്ധിമുട്ടുകളും കാരണമാണ് കലോത്സവം നിർത്തിവെച്ചതെന്നായിരുന്നു രജിസ്ട്രാറുടെ വിശദീകരണം. പ്രശ്നങ്ങളും പരാതികളും പരിഹരിച്ച ശേഷം മാത്രമേ ഇനി കലോത്സവം അനുവദിക്കൂ എന്നാണ് സർവകലാശാലയുടെ നിലപാട്. വരും ദിവസങ്ങളിൽ സംഘാടക സമിതി യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർത്തതിനു ശേഷമായിരിക്കും പൂർത്തിയാകാത്ത മത്സരങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. 24 തിരുവനന്തപുരം. അംഗീകാരമില്ലാത്ത കോഴ്സ് നടത്തി വിദ്യാർത്ഥികളിൽ നിന്നും വൻതുക തട്ടിയെടുത്തുന്ന പരാതിയിൽ കോഴിക്കോട് യുവാവ് അറസ്റ്റിൽ. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനത്തിന്റെ മാനേജറും എറണാകുളം സ്വദേശിയുമായ ശ്യാംജിത്തിനെയാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത്. ലക്ഷങ്ങൾ ഫീസ് വാങ്ങി അംഗീകാരമില്ലാത്ത ഡിപ്ലോമ കോഴ്സുകൾ നടത്തി എന്ന പരാതിയിലാണ് അറസ്റ്റ്. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനം നടത്തിയിരുന്ന ഡയാലിസിസ്, റേഡിയോളജി ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് ആരോഗ്യ സർവകലാശാല അംഗീകാരം ഉണ്ട് എന്ന് കാണിച്ചായിരുന്നു തട്ടിപ്പ്. 1,20,000 രൂപയായിരുന്നു കോഴ്സ് ഫീസ്. 3 വർഷത്തെ കോഴ്സിൽ 64 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇന്റേൺഷിപ്പിനായി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് കോഴ്സുകൾക്ക് അംഗീകാരമില്ല എന്ന് തിരിച്ചറിഞ്ഞത്. ഇതോടെ ഫീസും സർട്ടിഫിക്കറ്റുകളും വിദ്യാർത്ഥികൾ തിരികെ ആവശ്യപ്പെട്ടെങ്കിലും മാനേജർ തയ്യാറായില്ല.
തുടർന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പോലീസിൽ പരാതി നൽകി. ഞങ്ങളുടെ അടുത്ത് നിന്ന് 2 എക്സാം, സെക്കൻഡ് സെമ്മും തേർഡ് സെമ്മും പിന്നെ ഫേക്ക് ആയിട്ടുള്ള എക്സാംസ് നടത്തി. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നടത്തി. അവിടുത്തെ സ്റ്റാഫ്സ് ആയിരുന്നു അന്ന് എക്സാംസും കാര്യങ്ങളൊക്കെ നടത്തിയത്. അവരിപ്പോൾ മുങ്ങി നടക്കാണ്. അയാളാണെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള എക്സാം, ഞങ്ങളെ ഇതിന് ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അതൊന്നുമില്ല. എറണാകുളത്ത് നടത്തിയ പരിശോധനയിൽ പോലീസ് ഏതാനും വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെടുത്തു. ഫീസും സർട്ടിഫിക്കറ്റുകളും തിരികെ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് വിദ്യാർത്ഥികൾ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് രക്ഷിതാക്കൾ. 24 കോഴിക്കോട്. പാലക്കാട്ടുകാരൻ ജ്യോതിഷ് മണ്ണാർക്കാട് പറയുകയാണ്, ചൂടിൻ്റെ വാർത്തയ്ക്ക് ശേഷം പറഞ്ഞാണ് പാലക്കാട്ടുകാർ ഇതെന്ത് നമ്മളിത് കുറേ കണ്ടതാ എന്ന് പറയുകയാണ്. ഇത്തവണ പാലക്കാട് നല്ല രീതിയിൽ ചൂട് ഉയരും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിപിത വിജയം പറയുന്നുണ്ട്, ആരോഗ്യ പ്രവർത്തകരായ ഞങ്ങൾക്ക് ഹീറ്റ് സ്ട്രോക്കിനേക്കാൾ ദുരിതം 2 മന്തായിട്ടും സാലറി കിട്ടാത്തതാണ് ഹാഷ്മി എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ NHM സ്റ്റാഫിന് സാലറി കിട്ടിയിട്ടില്ല എന്ന് കുറേയധികം പ്രേക്ഷകർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇന്ന് മാത്രമല്ല കുറേയധികം ദിവസങ്ങളിലായിട്ട് പറയുന്നുമുണ്ട്. റിവ്യൂ ബോംബിങ്ങിനെ പിടിച്ചുകെട്ടാൻ നിർദ്ദേശങ്ങളുമായി അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. സിനിമ റിലീസ് ചെയ്ത 48 മണിക്കൂറിന് ശേഷം മാത്രമേ റിവ്യൂ അനുവദിക്കാവൂ എന്നാണ് നിർദ്ദേശം. വിഷയത്തിൽ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് മറുപടി തേടി. സംവിധായകൻ മുജീബ് റഹ്മാൻ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചത്. റിവ്യൂ ബോംബിങ്ങിനെ പിടിച്ചുകെട്ടേണ്ടത് അനിവാര്യമാണെന്നാണ് അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തൽ. ഇതിനായി 10 നിർദ്ദേശങ്ങളും കോടതിയിൽ നൽകി. 48 മണിക്കൂറിന് ശേഷം മാത്രം റിവ്യൂ അനുവദിക്കുക, നടന്മാർ, അണിയറ പ്രവർത്തകർ എന്നിവർക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണം, അപമാനിക്കുന്ന ഭാഷ, അപകീർത്തികരമായ പരാമർശങ്ങൾ എന്നിവ ഒഴിവാക്കണം, ക്രിയാത്മക വിമർശനം നടത്തണം തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. റിവ്യൂ ബോംബിങ്ങിന്റെ പേരിൽ ചിലർ നിർമ്മാതാക്കളിൽ നിന്ന് പണം തട്ടാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പരാതി നൽകാൻ സൈബർ സെല്ലിൽ പ്രത്യേകം പോർട്ടൽ വേണമെന്നും അമിക്കസ് ക്യൂറി നിർദ്ദേശിച്ചു. റിപ്പോർട്ടിന്മേൽ കേന്ദ്ര സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകി. 24 കൊച്ചി. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നിയമമായി ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചു. ഫെബ്രുവരി ആദ്യമാണ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധമി ബില്ല് അവതരിപ്പിച്ചത്. രാധാകൃഷ്ണൻ ചേരുന്നു. ആർക്കെ, എന്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ? അതിന്റെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഹാഷ്മി, വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണമാണ് ഏക സിവിൽ കോഡ് എന്നത്. ഇത് ഉത്തരാഖണ്ഡ് നിയമസഭ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി, പ്രത്യേകിച്ച് വ്യക്തി നിയമങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരം വേണ്ടതായിട്ട് ഉണ്ട്. അത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. ഈ നിയമത്തിനാണ് ഇപ്പോൾ രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയ ഏക സിവിൽ കോഡ് നിയമമായി മാറിയിരിക്കുകയാണ് ആ സംസ്ഥാനത്ത്. മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സമിതികളൊക്കെ നിയോഗിച്ചിരുന്നെങ്കിലും നിയമനിർമ്മാണത്തിന്റെ ഒരു രീതിയിലേക്ക് കടന്നത് ഉത്തരാഖണ്ഡ് മാത്രമാണ്. മറ്റു സംസ്ഥാനങ്ങളും സമീപ ദിവസങ്ങളിൽ ഈ നിയമത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് കടക്കും എന്നത് സൂചിപ്പിക്കുന്നത് കൂടിയാണ് ഇപ്പോൾ ഇതിന് അംഗീകാരം നൽകിയൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും ഏക സിവിൽ കോഡ്, ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയ ഏക സിവിൽ കോഡ് നിലവിൽ വന്നിരിക്കുന്നു. ഉത്തരാഖണ്ഡിൽ ഇനി ഏതെങ്കിലും വിധത്തിലുള്ള മതപരിഗണന കൂടാതെ ആയിരിക്കും സിവിൽ നിയമങ്ങൾ ഉണ്ടാവുക. യെസ്. അപ്പോൾ ഉത്തരാഖണ്ഡ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ അവർ ആ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. നിയമമായിരിക്കുന്നു ഉത്തരാഖണ്ഡിൽ UCC അഥവാ യൂണിഫോം സിവിൽ കോഡ്. ആമിനായി ചോദിക്കുകയാണ്, ഇനിയും ചൂട് കൂടുമെന്ന് ഹാഷ്ബ്രോ, ഇങ്ങനെ പോയാൽ നോമ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നോമ്പ് കാലത്ത് ഈ പറഞ്ഞ കൊടും ചൂട് കുറച്ച് പാടാണ്. എങ്കിൽ കൂടിയും വിശ്വാസികൾക്ക് അത് വ്രതശുദ്ധിയുടെ നാളുകളാണ്. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ആദ്യ ദിനത്തിലെ ഊർജ്ജവുമായി വിശ്വാസികൾക്ക് ഇത് 2ാം നോമ്പ്. മതമൈത്രിയുടെ സന്ദേശവുമായി വിവിധയിടങ്ങളിൽ ഇഫ്താറുകൾക്ക് തുടക്കമായി. റമദാൻ പ്രമാണിച്ചുള്ള മതപ്രഭാഷണ പരമ്പരകളും തുടങ്ങി. ഒരു നന്മയ്ക്ക് 10 മടങ്ങ് പ്രതിഫലമുള്ള റമദാനിൽ ഇബാദത്തിൽ കഴിയുകയാണ് വിശ്വാസികൾ. ഖുർആൻ പാരായണം കൊണ്ടും പ്രത്യേക പ്രാർത്ഥനകളാലും വീടുകളും ആരാധനാലയങ്ങളും സജീവം. കാരുണ്യത്തിന്റെ 10 എന്നറിയപ്പെടുന്ന ആദ്യ 10-ൽ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ എന്ന പ്രാർത്ഥനയാണ് അധികരിപ്പിക്കുന്നത്. ഉഷാറായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒന്ന് നമ്മളെ ഭക്തിയാണല്ലോ മെയിൻ പ്രധാനം. അപ്പോൾ അതുകൊണ്ട് ചൂടങ്ങനെ അറിയില്ല. മഹല്ല് കമ്മിറ്റികൾക്കൊപ്പം വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറകളും സജീവമാണ്. केरला में जो है मुझे पहली मरतबा मैं आया हूँ और जो मैं बहुत केरला के माहौल से, इसके आबो हवा से मैं बहुत खुश हूँ
और यहाँ को जो है अल्लाह रब्बुल आलमीन ने रमज़ान मुबारक का महीना हमें नसीब फरमाया है। കടുത്ത ചൂടിലാണ് ഇത്തവണത്തെ റമദാൻ എന്നതിനാൽ പഴവിപണിയും ഉണർവിലാണ്. കോഴിക്കോട്. ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. പത്ത് വർഷം മുൻപ് കോയമ്പത്തൂരിൽ വെച്ചുണ്ടായ ബൈക്ക് അപകടം തകർത്ത് കളഞ്ഞൊരു യുവാവിൻ്റെ ജീവിതത്തിലേക്കാണ്. തിരുവനന്തപുരം സ്വദേശി സുൽഫിക്കറിനെ പരിചരിക്കാൻ ആകെയുള്ളത് 73 വയസ്സായ ഉമ്മയാണ്. വീട് വിറ്റും കടം വാങ്ങിയും വായ്പയെടുത്തും ഇതുവരെ ചികിത്സ നടത്തി. ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിലാണ് അമ്മ മുഹമ്മദ് ബീവി. രണ്ടായിരത്തി 2013 കോയമ്പത്തൂരിൽ ജോലി കിട്ടിപ്പോയതാണ് സുൽഫിക്കർ. 14 ദിവസത്തിന് ശേഷം മകൻ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തയാണ് സർവേ വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥ മുഹമ്മദ് ബീവി കേട്ടത്. അപകടത്തിൽ 35 വയസ്സുണ്ടായിരുന്ന സുൽഫിയുടെ തലച്ചോറിന് തകരാറുണ്ടായി. സംസാരശേഷി നഷ്ടപ്പെട്ടു. 24 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടിയ റൂമിലേക്ക് മാറ്റി. ഇവർ അങ്ങനെ 2 മാസം അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് വേറെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വന്നപ്പോഴേക്കും ഞാൻ എസ്റ്റേറ്റിൻ്റെ അവിടെ ഒരു വീടും അവിടെയാണ് താമസിച്ചിരുന്നത്. ഒരു 2 നില വീടും സ്ഥലവും അത് വിറ്റിട്ട് ആ കടങ്ങൾ വാങ്ങിച്ചു ആണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പൈസയ്ക്കാണ് ഇവിടെ ഇത്തിരി പോലെ സ്ഥലം വാങ്ങിച്ചു ഒരു ലോൺ എടുത്ത് വീട് വെച്ചു. പക്ഷേ ഇപ്പോൾ ആ ലോൺ അടയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല. ജപ്തിയുടെ വക്കിലേക്കായിരിക്കുകയാണത്. പിന്നെ ഇവൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല എമൗണ്ട് ആവും. ആദ്യഘട്ടത്തിൽ സുൽഫിക്കറിനെ കൈപിടിച്ച് നടത്താൻ കഴിയുമായിരുന്നു. പിന്നീട് പതിയെ നടക്കാതെയായി. എനിക്ക് പ്രായമായി. എൻ്റെ കാലശേഷം അവന് പിന്നെ വേറെ ആരും ഇല്ലാത്ത ഒരു സ്റ്റേജ് വരും. അപ്പോൾ അത് എനിക്ക് മരിച്ചു പോയാലും സഹിക്കാൻ പറ്റില്ല. സുൽഫിയുടെ പിതാവ് നേരത്തെ മരിച്ചു. അപകടത്തിന് ശേഷം ഭാര്യ ഉപേക്ഷിച്ചു പോയി. മകനെ ശുശ്രൂഷിക്കുന്നതിൽ പ്രായാധിക്യം കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് ബീവി പറയുന്നു. മരിക്കുന്നതിന് മുൻപ് മകനെ സ്വന്തം നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാക്കണമെന്നാണ് ഉമ്മയുടെ ആഗ്രഹം. തൻ്റെ കാലം കഴിഞ്ഞാൽ മകനെ ആര് നോക്കുമെന്ന കടുത്ത ആശങ്കയാണ് ഈ ഉമ്മയ്ക്ക്. അതിനു മുൻപ് മകനൊന്ന് എഴുന്നേറ്റ് നടക്കണം. ഡോക്ടേഴ്സ് ചില പ്രതീക്ഷയും നൽകുന്നുണ്ട്. എന്നാൽ അതൊക്കെ നടക്കണമെങ്കിൽ സന്മനസ്സുള്ളവർ സഹായിച്ചേ മതിയാകൂ. സിറിൽ ഡി ലെസ്ലിക്കൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. വലിയ സങ്കട ജീവിതമാണ്. അതിൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ അതിൽ കൊടുത്തിരുന്നു. ഏറ്റവും ജെനുവിനായ കേസാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, സഹായിക്കാൻ മനസ്സുള്ളവർ, സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കാവുന്നതിൻ്റെ പരമാവധി സഹായിക്കുക. സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 50% സംവരണം ഉൾപ്പെടെയുള്ള മഹിളാ ന്യായ് പദ്ധതി പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ ധൂലയിൽ നടന്ന മഹിളാ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. നിർധനരായ സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപയും ധനസഹായം നൽകും. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ശ്രീനാഥ്, എന്തൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ? ഏതായാലും സ്ത്രീ വോട്ടർമാർക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള, അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ധുലയിൽ വെച്ച്, മഹാരാഷ്ട്രയിലെ ധുലയിൽ വെച്ച് നടത്തിയ റാലിയിൽ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപ
വാർഷിക സഹായമായി സർക്കാർ നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകും കോൺഗ്രസ് സർക്കാർ UPA സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ എന്നതാണ്. അതിനൊപ്പം പറയുന്നത് കേന്ദ്ര സർക്കാർ ജോലികളിൽ 50% സ്ത്രീ സംവരണം, ഒപ്പം അംഗൻവാടി ആശാ വർക്കർമാർ അവർക്ക് നിലവിൽ കിട്ടുന്ന വേതനം അത് ഇരട്ടിയാക്കും. ഒപ്പം തന്നെ എല്ലാ പഞ്ചായത്തുകളിലും അധികാർ മൈത്രി എന്ന പേരിൽ ഒരു തസ്തിക സൃഷ്ടിക്കും. അതായത് പഞ്ചായത്തിലെ സ്ത്രീകൾക്ക് നിയമപരമായി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു നൽകാൻ വേണ്ടി ഒരു പ്രത്യേക തസ്തിക അങ്ങനെ സൃഷ്ടിക്കും. ഒപ്പം തന്നെ സാവിത്രിഭായ് ഫുലെ ഹോസ്റ്റൽ, അതായത് എല്ലാ ജില്ലകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കായുള്ള ഹോസ്റ്റലുകൾ രാജ്യമെങ്ങും എല്ലാ ജില്ലകളിലും തുടങ്ങും. ഇപ്പോഴുള്ള എണ്ണം അത് വർദ്ധിപ്പിക്കും ഹോസ്റ്റലുകളുടെ എന്നതാണ് പ്രഖ്യാപനം. അങ്ങനെ 5 പ്രധാന വാഗ്ദാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് വിജയിച്ച് അധികാരത്തിലെത്തിയാൽ ചെയ്യാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നത് രാഹുൽ ഗാന്ധി പറയുന്നു. യെസ്, ശ്രീനാഥ് ചന്ദ്രനാണ്. സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ആ പ്രഖ്യാപനങ്ങൾ. അപ്പോൾ പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ, മാനിഫെസ്റ്റോ അവതരണമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാവുകയും ചെയ്യും. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ വരുന്ന വാർത്ത, ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസാണ് കേട്ടോ. EP ജയരാജൻ നേരിട്ട് വന്ന് കണ്ടിരുന്നു, CPIMലേക്ക് ക്ഷണിച്ചു, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടു, ഓഫറുകൾ മറ്റൊന്നും ചിന്തിക്കാതെ നിരസിച്ചുവെന്നും ദീപ്തി മേരി വർഗീസ് 24നോട് പറയുകയാണ്. അല്പസമയത്തിനും ദീപ്തിയുടെ പ്രതികരണം ലഭ്യമാക്കാൻ കഴിയും. പുൽവാമ ആക്രമണത്തിൽ വിവാദ പരാമർശവുമായി ആന്റണി MP ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നടന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്നും അതിൽ പാകിസ്ഥാൻ എന്ത് പങ്കെന്നുമാണ് ആന്റണിയുടെ ചോദ്യം. ജവാന്മാരുടെ ജീവൻ ബലികൊടുത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ആന്റണി MP പറഞ്ഞു. നമ്മുടെ 42 ജവാന്മാരുടെ ജീവൻ ബലി കൊടുത്തതല്ലേ. 40% പോലും ഓക്സിജൻ കണ്ടന്റ് ഇല്ലാത്ത പ്രദേശത്ത് അവിടെ പോയി കഷ്ടപ്പെട്ട് നിൽക്കുന്ന 42 ജവാന്മാരുടെ ജീവനല്ലേ ബലി കൊടുത്തിട്ടല്ലേ ഇവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ചത്. ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഈ സ്ഫോടനം. ഈ 42 ജവാന്മാരുടെ മരണത്തിന് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇത് പാകിസ്ഥാൻ ഇൻവോൾവ്മെൻറ്റ്. ഈ രാജ്യത്തിൻ്റെ അകത്ത് ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നടന്ന ആ സ്ഫോടനം, അന്ന് അവിടെ ഈ ജവാന്മാരെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് ഹെലികോപ്റ്ററിലാണ് എന്നുള്ള ഉണ്ട്. ഒരിക്കലും ഇത്രയും ആളുകളെ ഒരുമിച്ച് റോഡിലൂടെ യാത്ര ചെയ്യാൻ അവിടെ അനുവാദമില്ല. ആ മാനദണ്ഡങ്ങൾ അതിലംഘിച്ച് ഇവരെ പർപ്പസ്ഫുള്ളായി ഈ റൂട്ടിലോട്ട് വിടുകയും അവിടെ സ്ഫോടനം ഉണ്ടാകുകയും ഇവർ മരിക്കുകയും ചെയ്തു എന്നുള്ളതല്ലേ ഗവർണർ പറഞ്ഞത്. ശ്രീകുമാരൻ ചെയ്യുന്നു. ശ്രീ സത്യപാൽ മാലിക്കിൻ്റെ ആരോപണം ആവർത്തിക്കുകയാണോ, അതോ ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ അത് വിവാദ ചർച്ചയായേക്കാവുന്നൊരു പ്രതികരണം ആന്റണി നടത്തുന്നത്? തീർച്ചയായും ഹാഷ്മി, സത്യപാൽ മാലിക്കിൻ്റെ പ്രതികരണം അല്ലെങ്കിൽ ആ ആരോപണം ആവർത്തിക്കുക എന്ന് മാത്രമല്ല, ഒന്നുകൂടി കടന്ന് ചോദിച്ചിരിക്കുന്നു. നമ്മൾ എടുത്ത് ചോദിച്ചു പാകിസ്ഥാന് യാതൊരു പങ്കുമില്ലേ എന്ന് മാധ്യമപ്രവർത്തകർ എടുത്ത് ചോദിച്ചപ്പോൾ പാകിസ്ഥാൻ എന്ത് ഇൻവോൾവ്മെൻറ്റ് എന്നാണ് പത്തനംതിട്ട MP ചോദിക്കുന്നത്. 42 ജവാന്മാരുടെ ജീവൻ ബലി കൊടുത്തത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മാത്രമാണ് എന്നാണ് ആന്റണി MP പറഞ്ഞു വെക്കുന്നത്. ഇത് കൂടാതെ ഒരു കാരണവശാലും ഹെലികോപ്റ്ററിലല്ലാതെ പോകാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക്, പോകാവുന്ന ഒരു മേഖലയിലേക്ക്, അതീവ സുരക്ഷാ മേഖലയിലേക്ക് എങ്ങനെയാണ് റോഡ് മാർഗം ഈ സൈനികരെ കൊണ്ടുപോയത്, ഇത്ര സ്ഫോടക വസ്തുക്കൾ അവിടെ എത്തിച്ചത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ അന്നത്തെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ ആന്റണിയുടെ പരാമർശത്തിൽ ഒരു വാക്ക് മാത്രമാണ് ഏറ്റവും സത്യപാൽ മാലിക്കിന് പറഞ്ഞതിന് വിരുദ്ധമായ ഒരു വാക്ക്, അല്ലെങ്കിൽ അതിന് മറികടന്നുള്ള ഒരു വാക്ക് മാത്രമാണ്. പാകിസ്ഥാന് എന്ത് ഇൻവോൾവ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകും. BJP നേതാക്കളുടെ ഭാഗത്തുനിന്നടക്കം ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകും. എന്നാലും വിവാദ പരാമർശം തന്നെയാണ് പത്തനംതിട്ട MP അല്പസമയം മുൻപ് മാധ്യമപ്രവർത്തകരോട് വാർത്താ സമ്മേളനത്തിൽ നടത്തിയിരിക്കുന്നത്. ഹാഷ്മി, സത്യപാൽ മാലിക്കിൻ്റെ നേരത്തെയുള്ള വെളിപ്പെടുത്തൽ ചൂടുപിടിച്ച് ആന്റണി MP കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിൽ പുൽവാമ ആക്രമണമൊക്കെ വീണ്ടും സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഒരുപക്ഷേ ദേശീയ തലത്തിലൊക്കെ വലിയ വിവാദമായി കത്തിപ്പടരാൻ പൊട്ടൻഷ്യലുള്ളൊരു പ്രതികരണമൊക്കെയാണത്. കാത്തിരുന്ന് കാണാം ഏത് രീതിയിലാകും ആന്റണിയുടെ പ്രതികരണം വരും ദിവസങ്ങളിൽ ചർച്ചയാവുക എന്ന്. സ്പോർട്സ് വാർത്തകൾ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ 1.5 മണിക്കൂർ നീളുന്ന വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.